നമുക്ക് പുസ്തകങ്ങളെ തുറക്കാം. സങ്കീർത്തനം 24 സങ്കീർത്തനത്തെ ആസ്പദമാക്കി ഒരു ചെറിയ ചിന്ത പങ്കുവെച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്ധിയിൽ ആയിരിക്കാം. 24 സങ്കീർത്തനത്തിൻ്റെ 3 വാക്യം. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും. മതി. യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും, അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും. അപ്പോൾ ഇതൊരു ചോദ്യമാണ്, ആർ നിൽക്കും. സങ്കീർത്തനം 15 ഏതാണ്ട് സമാനമായ ചിന്തകളെ നമ്മളോട് പറയുന്നുണ്ട്. യഹോവയുടെ പർവ്വതത്തിൽ ആർക്കാണ് കയറാൻ കഴിയുക, അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആർക്കാണ് നിൽക്കാൻ കഴിയുക. തത്വത്തിൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അത് അസംഭവ്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ആരും അടുത്ത് വരരുത്, ഒരു മൃഗത്തിനെങ്കിലും അടുത്ത് വന്നാൽ അത് മരണപ്പെടുമെന്നുള്ള ശക്തമായ താക്കീതൊക്കെ ആയിട്ട് പർവ്വതം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം പിന്നെ ആ പർവ്വതത്തിൽ ആർക്ക് കയറാൻ കഴിയും? വേദപുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ നിരവധി പർവ്വത നിരകളെക്കുറിച്ച് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. അത് ഓരോന്നും ഓരോ അനുഭവങ്ങളായിട്ടൊക്കെ കാണാൻ കഴിയും. ഓരോ അനുഭവങ്ങളെ നമുക്ക് ഓരോ പർവ്വതത്തിലുണ്ടായ അനുഭവങ്ങളെ ധ്യാനിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിന് ശേഷം പാപാനന്തരം വല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് ലോകം പോവുകയാണ്. ദൈവം ഉൽപ്പത്തി 4 അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ കായീനും ഹാബീലും തമ്മിലുള്ള പ്രശ്നം. 5 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ശേത്തിൻ്റെ വംശപാരമ്പര്യത്തെ നമ്മൾ കാണുന്നുണ്ട്. അതിലൂടെ കടന്നുപോയ ഹാനോക്കിൻ്റെ കൊച്ചുമകനായിരുന്ന നോഹയുടെ കാലഘട്ടത്തിൽ ഉൽപ്പത്തി 6 വല്ലാതെ പാപം പെരുകിയ ഒരു കാലം. പാപം പെരുകി മനുഷ്യർ ബോധിച്ച ഏവരെയും ഭാര്യമാരായിട്ടെടുത്ത ഒരു വല്ലാത്ത നെറികെട്ട ഉറകെട്ട ഒരു കാലം. ഈ കാലമായിട്ടൊക്കെ സമാനതകളുള്ള ഒരു കാലങ്ങളാണ് ആ കാലം, അധാർമികതയുടെ ഒരു കാലം. നമുക്ക് ഈ കാലങ്ങളെ ധ്യാനിക്കുമ്പോൾ ഒരു കയ്യിൽ വേദപുസ്തകവും മറുകൈയിൽ പത്രവും ഒക്കെ ആയിട്ടിരുന്നാൽ കുറച്ചുകൂടെയൊക്കെ കാലങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. വല്ലാത്ത ഒരു നെറികെട്ട മ്ലേച്ഛതകളുടെ, വൈകൃതങ്ങളുടെ, കുടുംബത്തകർച്ചകളുടെ ഒക്കെ ഒരു കാലമായിട്ട് മാറുകയാണ്. ആ കാലങ്ങളിലാണ് നോഹയുടെ ഒരു കാലം. പക്ഷെ നോഹ ദൈവസന്ധി വിശ്വസ്തനോട് നിന്നു, നീതിമാനായിരുന്നു. ആ തലമുറയിൽ തൻ്റെ ഭാര്യ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കുടുംബം മുമ്പോട്ട് പോവുകയാണ്. 3 മക്കളെ ദൈവം കൊടുത്തു, ശേം, ഹാം, യാഫത്ത്. പാപം പെരുകിയപ്പോൾ ദൈവം അനുദപിച്ചു. ദൈവം നോഹയോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ ഒരു പെട്ടകം പണിയണം. ആ പെട്ടകം കൃത്യമായ നിഷ്കർഷകളോടെ പണിതു. കാരണം വരാൻ പോകുന്ന പ്രളയത്തെ ഈ പെട്ടകം അതിജീവിക്കണം. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഭൂമിയിൽ ജലപ്രളയം തുടങ്ങുക. യഹോവ പെട്ടകത്തിൻ്റെ വാതിലടച്ചു, പ്രളയം തുടങ്ങുന്നു. പ്രളയം തുടങ്ങുമ്പോൾ ചെറിയൊരു കാര്യമല്ല പ്രളയം, വല്ലാത്ത ഒരു പ്രളയം. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും എല്ലാ ഉറവുകൾ തുറന്നു. പെട്ടകം പതുക്കെ ഉയരാൻ തുടങ്ങി. ആ ഉയർച്ചയിൽ ആടി ഉലഞ്ഞ് ഈ പെട്ടകം പോകുകയാണ്. മൃഗജാലങ്ങളെല്ലാം ജോഡികളായിട്ട് ഇതിനകത്തുണ്ട്. അങ്ങനെ ഈ പെട്ടകം ഇങ്ങനെ പോകുകയാണ്. പെട്ടകത്തിൽ പോകുന്ന ഒരു ഉല്ലാസയാത്രയല്ല, ചുറ്റും മരണത്തിൻ്റെ വിളികൾ, കരച്ചിലുകളുടെ ആക്രോശങ്ങൾ, മുഴുവൻ മനുഷ്യനും പെടഞ്ഞു മരിക്കുന്ന ഭീകരമായ കാഴ്ച. അതിനിടയിലൂടെ ഈ പെട്ടകം പോകുകയാണ്. പുറത്തുള്ള കാഴ്ചകൾ ഒട്ടും സന്തുഷ്ടമല്ല. പുറത്തെന്താ നടക്കുക? മുഴുവൻ പേരും ഇല്ലായ്മയാകുക, ഇന്നലെ കണ്ടവർ ഇന്നില്ലാതെ പോകുന്ന കാഴ്ച. ഇതിനിടയിലൂടെ പെട്ടകം ഇങ്ങനെ പോവുകയാണ്. വല്ലാതെ ഉലഞ്ഞ് അലഞ്ഞ് വലഞ്ഞ് ഈ പെട്ടകം പോയി. 40 ദിവസത്തെ മഴ. കുഞ്ഞിനെയൊക്കെ സൺഡേ സ്കൂളിൽ ഈ പ്രളയം പഠിക്കുമ്പോൾ 40 ദിവസം കൊണ്ടൊക്കെ ഇങ്ങനെ സംഭവിക്കുമെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം 2018 വെറും 3 ദിവസം കൊണ്ടാണ് അത് സംഭവിച്ചത്. 3 ദിവസത്തെ മഴ ഇത്രമാത്രം ഗുരുതരമായ ഭവിഷ്യത്തുണ്ടാക്കിയെങ്കിൽ 40 ദിവസത്തെ മഴയൊക്കെ എന്തുമാത്രം പ്രതിസന്ധികളുണ്ടാക്കും. അങ്ങനെ ഈ പെട്ടകം വല്ലാതെ അലഞ്ഞ് ഉരുളുകളൊക്കെ പൊട്ടുന്നു. കാരണം ഭൂമിയുടെ ഉറവ തുറക്കുന്നു, മേഘസ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു, ആകാശത്തിൻ്റെ ഉറവ തുറക്കുന്നു. രണ്ടും അതാണ്. 1 ഭൂമിയുടെ ഉറവ, 2 മേഘസ്ഫോടനം, ആകാശത്തിൻ്റെ ഉറവ. ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേന് പെട്ടകം ഇങ്ങനെ പോവുകയാണ്. പെട്ടകം വലഞ്ഞ് അലഞ്ഞ്. പക്ഷേ ഒടുവിൽ കാണുന്നു പെട്ടകം വന്ന് അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചതായിട്ട് കാണുന്നുണ്ട്. ഒലച്ചിലുകൾ. ഏറ്റവും ഒടുവിൽ പെട്ടകം വന്ന് അരാരാത്ത് പർവ്വതത്തിൽ ഉറക്കുകയാണ്. ഞാൻ ആ ഭാഗമൊക്കെ ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിലോട്ട് പോകുന്ന ഒരു ചിത്രമുണ്ട്. ഇങ്ങനെ ആയിരിക്കും ഇവരിനകത്ത് ഒലഞ്ഞത്. വല്ലാതെ ഒലഞ്ഞ് കാണും, ഒത്തിരി ഒലഞ്ഞ് കാണും ഈ പ്രിയപ്പെട്ട കുടുംബം ഇതിനകത്ത്. കാരണം പെട്ടകം പ്രളയം വരുമ്പോൾ ഇങ്ങോട്ട് പോകും,
അവിടുന്ന് ഒരു ഒഴുക്ക് വരുമ്പോൾ ഇങ്ങോട്ട് പോകും. ഇങ്ങനെ കിടന്ന് വല്ലാതെ ഒലഞ്ഞ് കാണും. വിഷ്വലൈസ് ചെയ്യാൻ എന്താ വഴി? വള്ളത്തെ കയറി പരിചയമില്ലാത്തവരോട് പറയാം, ബസ്സേ കയറി പരിചയമില്ലേ. ഞങ്ങളുടെ ഇപ്പോഴാണ് മാളൊക്കെ വരുന്നത്. ഞങ്ങളുടെ നാട്ടിലെ അമ്മമാരെല്ലാം, എൻ്റെ അമ്മ ഉൾപ്പെടെ, ശനിയും ബുധനും ഒക്കെ നടക്കുന്ന ചന്തയ്ക്ക് പോകും. ഒരു ചന്തയ്ക്ക് പോകുമ്പോൾ ഒരാഴ്ചത്തെ സാധനം മുഴുവൻ അടുക്കി പറക്കി മേടിച്ചുകൊണ്ട് വരും. അമ്മമാർ പോയി വില കുറഞ്ഞ സാധനങ്ങൾ വിലക്കുറവ് നോക്കി എല്ലാം മേടിച്ച് ബസ്സേ വന്ന് കയറുമ്പോഴത്തേന് എല്ലാവരും സീറ്റ് പിടിച്ചിരിക്കും. രണ്ട് കയ്യിലും ഓരോ പ്ലാസ്റ്റിക് സാഞ്ചി, തോളിൽ ഒരു പേഴ്സ് കാണും, ഒരു പഴയ പേഴ്സ്. ഇതൊക്കെ ആയിട്ട് കയറും. മിക്ക അമ്മമാരും ഞങ്ങളുടെ നാട്ടിലുള്ള നീളക്കുറവുള്ള വണ്ണക്കുള്ള അമ്മമാരാണ്. ഇവരെ ഞങ്ങൾ വിളിക്കുന്ന മഷിക്കുപ്പി അമ്മമാരെന്ന്. ക്യാമ്പലിൻ്റെ മഷിക്കുപ്പി പോലിരിക്കുന്ന അമ്മമാരുണ്ട്. അവരാണ് ഈ വണ്ടിയെ കയറുന്നത്. പക്ഷേ ഈ അമ്മമാർ നല്ല സ്നേഹമുള്ളവരാണ്. വെളുത്ത് മെല്ലിച്ച നീളമുള്ള ഫാഷൻ ലേഡീസിനെക്കാട്ടിലും നല്ലവർ ഇവരാണ്. എന്താ കാര്യം ചോദിച്ചാൽ അവരൊന്നും നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല, ഹായ് എന്നൊക്കെ പറയത്തുള്ളൂ. ഈ ടൈപ്പ് സാധനങ്ങളാണ് മക്കളെ, പൊന്നെ, വാടാ, കഴിക്കടാ, കുടിക്കടാ എന്നൊക്കെ പറയുന്നത് ഗുണ്ടുപണി അമ്മമാരാണ്. ഭയങ്കര സ്നേഹമുള്ള അമ്മമാരാണ്. എല്ലാ സഭകളിലും കാണും അങ്ങനെയുള്ള ഓരോരുത്തർ, ഇല്ലേ? എല്ലായിടത്തും കാണും. അവരാണ് വിളിക്കുകയും കഴിപ്പിക്കുകയും കൊടുക്കുകയും അനന്തരന്മാരെ എല്ലാം വീട്ടിൽ കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നത്. ഇവർ ചന്തയിൽ കയറിയിട്ട് ബസ്സിൽ കയറി പിടിക്കാൻ, മേളിൽ പിടിക്കാൻ എത്തത്തില്ല, സൈഡിൽ പിടിക്കും. പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവർ വണ്ടി എടുത്ത് ഒറ്റ പോക്കാം, മത്സരവട്ടമല്ലേ, മിനിറ്റ് വെച്ച് തിരുവല്ലയിലെത്തണം. വണ്ടി വലത്തോട്ട് തിരിയുമ്പോൾ അമ്മാമ്മ അങ്ങോട്ട് പോകും, വണ്ടി ഇടത്തോട്ട് തിരിയുമ്പോൾ അമ്മാമ്മ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ഇരിക്കുന്ന സ്ത്രീ, ഒരു പെണ്ണൊരു നോട്ടം നോക്കും, എൻ്റെ ദേഹത്തോട്ട് വീഴുന്ന എന്തിന്. പിന്നെ ഇതിനിടയ്ക്ക് അവരാളെ ഒതുക്കാൻ ഒരു ചവിട്ടി ചവിട്ടും. അപ്പോൾ അമ്മച്ചി മുമ്പിൽ ചെല്ലും. ഇറങ്ങുന്നതിന് മുമ്പ് ഡബിൾ ബെല്ല് കൊടുക്കും. ഉരുണ്ട് ഇറങ്ങി ഒരു വരവുണ്ട്, അലഞ്ഞ് ഒലഞ്ഞ് വലഞ്ഞ് വരുന്ന ഒരു വരം. ഇങ്ങനെ മനുഷ്യന് ഒലഞ്ഞ്. പക്ഷെ പെട്ടകം ഒടുവിൽ അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. ഒരു പർവ്വതമുണ്ട്, എല്ലാ അലച്ചിലുകൾക്കും ഒലച്ചിലുകൾക്കും ഒടുവിൽ ഉറപ്പിക്കുന്ന ഒരു പർവ്വതം. ജീവിതയാത്രയിൽ ഇങ്ങനെ ഒത്തിരി ഒലഞ്ഞു പോയ മനുഷ്യരെ ഞാൻ കണ്ടു. തളർന്നുപോയ ഭർത്താവിനെ നോക്കി ഒരായുസ് മുഴുവൻ നിന്ന അമ്മമാർ, കിടന്നുപോയ അമ്മയ്ക്ക് വേണ്ടി ജോലി കളഞ്ഞു വന്ന് ഒരായുസ് മുഴുവൻ നോക്കിയ മക്കൾ, കൂടപ്പിറപ്പിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച സഹോദരങ്ങൾ, ഇങ്ങനെ ജീവിതത്തിൽ എത്രയോ പേര് അലഞ്ഞവരുണ്ട്. കിടന്നുപോയ പങ്കാളിയെ പൊന്നുപോലെ നോക്കിയ എത്രയോ മനുഷ്യർ. അപ്പം ഓട്ടിസം വന്ന മക്കളെ കൊണ്ട് ഒരു കൈക്ക് മറുകൈ ഒന്ന് താങ്ങാനില്ലാതെ ആ കുഞ്ഞുങ്ങളെ മാറോടടുക്കി പിടിച്ച് അവരെ കൊല്ലാൻ വിട്ടുകൊടുക്കാതെ, അവരെ തെള്ളിയിടാതെ കൊണ്ട് നടന്ന എത്രയോ അമ്മമാർ. ചില സമയത്ത് അവർക്ക് ദേഷ്യം കയറുമ്പോൾ ഈ മക്കൾ അമ്മമാരെ വല്ലാതെ ഉപദ്രവിക്കും. അതെല്ലാം സഹിച്ചും അതെല്ലാം ക്ഷമിച്ചും അതെല്ലാം ഒതുക്കിയും സങ്കടം ആരോടും പറയാതെ ഒരായുസ് മുഴുവൻ ഒലഞ്ഞ എത്രയോ പേർ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അലച്ചിലുകൾക്കും ഒലച്ചിലുകൾക്കും ഒടുവിൽ ദൈവം അവർക്കെല്ലാം കൊടുക്കുന്ന ഒരു പർവ്വതമുണ്ട്, അരാരാത്ത് എന്ന പർവ്വതം. അരാരാത്ത് എന്ന പർവ്വതം ജീവിതത്തിൻ്റെ അലച്ചിലുകൾക്കും ഒലച്ചിലുകൾക്കും ഒടുവിൽ കൊടുക്കുന്ന പർവ്വതം അരാരാത്ത്. കരമുയർത്തി എല്ലാവരും സ്തുതിച്ച്. മനസ്സടക്കം ഇടറിപ്പോയ ജീവിത പങ്കാളികളെയും കൊണ്ട് നടക്കുന്ന എത്രയോ സഹോദരങ്ങൾ, ഡിവോഴ്സ് ചെയ്യാതെ, ഹോസ്പിറ്റലിലാക്കാതെ, കൈമോശം വരാതെ കൈവെള്ളയിൽ കൊണ്ടു കിടക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവർ, അവർക്കെല്ലാം ദൈവം കൊടുക്കുന്ന ഒരു അരാരാത്തുണ്ട്. ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അലച്ചിലുകൾക്കൊടുവിൽ ജീവിതത്തിന് ദൈവം കൊടുക്കുന്ന അരാരാത്ത്. ശുശ്രൂഷാ മേഖലയിൽ അലഞ്ഞ എത്രയോ പേരുണ്ട്. ഞാനൊരിക്കൽ ഒരു സഹോദരനെ കണ്ടു. അദ്ദേഹത്തിന് ഒരു നല്ല പ്രായം കാണും, 10-60 വയസ്സെങ്കിലും അടുത്ത് കാണാൻ സാധ്യതയുണ്ട്. പക്ഷേ 2 കൊച്ചു മക്കൾ, അവരെയും കൊണ്ട് പോകുമ്പം ഞാൻ ചോദിച്ചു, ഇതാരാ? മക്കളുടെ മക്കളാണോ? അല്ല. പിന്നെ എൻ്റെ മക്കളാണ്. അതെന്നാ ലേറ്റായിട്ടാണോ കല്യാണം മക്കളുണ്ടായി? അല്ല, ഒത്തിരി ലേറ്റായിട്ടാണ് കല്യാണം കഴിച്ചത്. ഞാൻ ചോദിച്ചു, കല്യാണം കഴിക്കാൻ ലേറ്റാകാൻ കാര്യം എന്താ? കല്യാണം കഴിക്കുന്ന കാര്യം മറന്നുപോയി, അതുകൊണ്ടാണ് കല്യാണം കഴിക്കാൻ. ചോദിച്ചപ്പോൾ സൗരം പറഞ്ഞു, പെങ്ങള് കിടപ്പിലായിപ്പോയി, പിന്നെ ഡയാലിസിസായി. അപ്പം അവളെ പോറ്റാൻ വേണ്ടി 10-18 വർഷം ഇങ്ങനെ വണ്ടി ഓടിച്ച് അവളെ നോക്കി അപ്പം കല്യാണം കഴിക്കുന്ന കാര്യം മറന്നുപോയി. പിന്നെ അവൾ മരിച്ചു കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞാൽ കല്യാണത്തെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിച്ചത്. അപ്പം പിന്നെ ലേറ്റായിപ്പോയി. ആർക്കോ വേണ്ടി, കൂടപ്പിറപ്പിന് വേണ്ടി വിവാഹം കഴിക്കാൻ മറന്നുപോയ ഒരു സഹോദരൻ
2 കൊച്ചുമക്കളെയൊക്കെ ഇങ്ങനെ അടുക്കിപ്പിടിച്ച് സന്തോഷത്തോടെ നടക്കുമ്പോൾ എനിക്കും മനസ്സിലായി എല്ലാ അലച്ചിലുകൾക്കും എല്ലാ ഉലച്ചിലുകൾക്കും ഒടുവിൽ ദൈവം തമ്പുരാൻ മനുഷ്യർക്ക് കൊടുക്കുന്ന ഓരോ അരാരാത്തുണ്ട്. ചിലപ്പം ഭർത്താവിനെ കൊണ്ട് അലഞ്ഞ മക്കളെ പൊന്നുപോലെ നോക്കുന്ന മക്കളെ, അമ്മമാരെ നോക്കുന്ന മക്കളെ കണ്ടിട്ടുണ്ട്. കുശിപ്പിച്ചിട്ട് കാര്യമില്ല, തമ്പുരാൻ കൊടുക്കുന്ന അരാരാത്ത. ചില കൊച്ചുമക്കളുണ്ട് വല്യമ്മച്ചയെ ഇങ്ങനെ പൊന്നുപോലെ കൊണ്ട് നടക്കുന്നത്. എന്താ കാര്യം? തമ്പുരാൻ കൊടുക്കുന്ന അരാരാത്ത. ദൈവമേ, ഓരോ അരാരാത്തുകൾ. അപ്പൻ മദ്യപാനി, ദാരിദ്ര്യത്തിൻ്റെ കുപ്പത്തൊട്ടിൽ പിറന്ന ഒത്തിരി മദ്യപനായ അപ്പൻ്റെ ബുദ്ധിമുട്ടുകൾ സഹിച്ച വീടാന്തരം ഓടി നടക്കേണ്ടി വന്ന പെൺകുട്ടി, കല്യാണം കഴിച്ച് എന്ന വീട്ടിൽ അവളെ പൊന്നുപോലെ നോക്കുന്ന അമ്മായിമ്മയും പൊന്നുപോലെ നോക്കുന്ന ഭർത്താവും. ദൈവം എന്ത് കൊടുക്കുക? അരാരാത്ത് കൊടുക്കുക. എല്ലാ മനുഷ്യർക്കും വേണ്ടി തമ്പുരാൻ കൊടുക്കുന്ന അരാരാത്തുകളുണ്ട്. നിങ്ങൾക്കും ദൈവം ഒരുക്കിയിട്ടുണ്ട് ഒരു അരാരാത്ത്. വല്ലാതെ അലഞ്ഞ ഒരു രാത്രിയിൽ സങ്കടം സഹിക്കാൻ വയ്യാതെ ദൈവസന്ധി ഇരിക്കുമ്പോൾ തമ്പുരാൻ എന്നെ കേൾപ്പിച്ച ഒരു ശബ്ദമാണ്, ഞാൻ നിനക്കൊരരാരാത്ത് തരുമെന്ന്, ഞാൻ നിനക്കൊരരാരാത്ത് തരുമെന്ന്. അപ്പോൾ വചനം പറയുന്നു, ഉൽപ്പത്തി 6, ദൈവം ഒരുക്കുന്ന അരാരാത്ത്. കരമുയർത്തി എല്ലാവരും അല്പസമയം സ്തോത്രം ചെയ്താട്ട്. ഉലഞ്ഞു പോയ ചിലരെന്നെ ഇന്ന് രാത്രി കേൾക്കുന്നുണ്ട്. ജീവിതയാത്രയും വല്ലാതെ അലഞ്ഞു പോയ ചിലർ എന്നെ ഇന്ന് രാത്രി കേൾക്കുന്നുണ്ട്. കർത്താവ് നിങ്ങളുടെ ചങ്കിനെ തൊട്ട് ഇന്ന് രാത്രി ഉറപ്പ് പറയുന്നു, കുഞ്ഞെ, സഹോദരി, മാതാവേ, പിതാവേ, നിനക്കും വേണ്ടിയും ഞാനൊരു അരാരാത്ത് ഒരുക്കിയിട്ടുണ്ട്. നിനക്ക് വേണ്ടിയും ഞാൻ ഒരു അരാരാത്ത് ഒരുക്കിയിട്ടുണ്ട്. ചിലരുടെ ചങ്കിനെ തൊട്ട് തമ്പുരാൻ ഉറപ്പ് പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി ഒരു അരാരാത്ത് ഒരുക്കിയിട്ടുണ്ട്. അത് ശാന്തതയുടെ, സ്വസ്ഥതയുടെ, സമാധാനത്തിൻ്റെ, ഉറപ്പിൻ്റെ അലച്ചിലുകളുടെ ഒടുവിൽ ഒരു അരാരാത്ത്. എല്ലാ കണ്ണും പൂട്ടി ഒരു നിമിഷം ദൈവസന്ധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. കണ്ണിമകളെല്ലാം അടച്ച്. ഇന്ന് നിങ്ങൾ ഒത്തിരി അലഞ്ഞല്ലേ? ദാമ്പത്യത്തിൽ ഒത്തിരി അലഞ്ഞ ചിലരെ ഇന്ന് ദൈവം ഇവിടെ കാണുന്നുണ്ട്. ദാമ്പത്യത്തിൽ ഒത്തിരി അലഞ്ഞ ചിലരെ തമ്പുരാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. പക്ഷെ കർത്താവ് ഇന്ന് രാത്രി പറയുന്നു, നിനക്ക് ഞാൻ ഒരു അരാരാത്ത് അല്ല, ഞാൻ തന്നെ നിൻ്റെ അരാരാത്ത, ഞാൻ തന്നെ നിൻ്റെ അരാരാത്ത. ഒടുവിൽ എല്ലാ അലച്ചിലുകൾക്കും ഒടുവിൽ നിനക്കൊരരാരാത്തുണ്ട്. അത് ഞാൻ തന്നെ നിൻ്റെ അരാരാത്ത. എൻ മനമേ, നീ അവനിൽ സ്വസ്ഥത പ്രാപിക്കും. മരണപ്പെട്ട് കഴിഞ്ഞുമല്ല, ഉലച്ചിലുകളുടെയും വേദനകളുടെയും ഒടുവിൽ അടുത്ത് വന്ന് തലോടുന്ന അരാരാത്ത് അത് ക്രിസ്തുവാണ്. ദൈവം നമുക്ക് ഒടുവിൽ അവിടുന്ന് തന്നെ ഒരു അരാരാത്തായി വെളിപ്പെടും. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഈ രാത്രിയുടെ ശാന്തതയിൽ എളിയവൻ ചില വാക്കുകൾ പറയുന്നത് ആത്മഭാരത്തോടെയും അതിലേറെ ഞാൻ അനുഭവിച്ച ക്രിസ്തു സാന്നിധ്യത്തിൽ നിന്നും പറയുക, ദൈവം നിങ്ങൾക്കൊരരാരാത്ത. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച്, എല്ലാ കരങ്ങളും ഉയർത്തി. ദൂത് വ്യക്തിപരമാണ്. വ്യക്തിപരമായിട്ട് ദൂത് പറയുകയാണ്, ഞാൻ നിനക്കൊരരാരാത്ത. ഉറപ്പാ, ഞാൻ നിനക്കൊരരാരാത്ത. നീ അലഞ്ഞ അലച്ചിലുകളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. പുറം ലോകം കാണാത്ത നിൻ്റെ അലച്ചിലുകളെ, ഞാൻ നിൻ്റെ ഉഴൽച്ചുകളെയെല്ലാം എണ്ണി വെച്ചിട്ടുണ്ട്. ഞാൻ നിൻ്റെ വേദനകളെ ഇങ്ങനെ തൂക്കി നോക്കുന്നു എന്നൊരു വാക്യമുണ്ട്. എല്ലാം തൂക്കി നോക്കുന്നവൻ, എല്ലാം അറിയുന്നവൻ. ഞാൻ നിനക്കൊരരാരാത്ത. എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ, എല്ലാ കർത്തൻ താൻ കരത്താൻ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കുമെന്നെ നിത്യം. കർത്തൻ താൻ കരത്താൻ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കുമെന്നെ നിത്യം. അപ്പോൾ നോക്കൂ, അവിടുന്ന് നമുക്ക് അരാരാത്താണ്. എല്ലാ ഭാരങ്ങളെയും ചുമക്കും, എന്നും താങ്ങി എന്നെ നടത്തും. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്ത് പാലിക്കും എന്നെ നിത്യം. അരാരാത്തിൻ്റെ അനുഭവം. വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായം. ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുകയാണ്. ആഫ്റ്റർ ഓൾ ദീസ് തിങ്സ് ഗോഡ് ടെസ്റ്റഡ് എബ്രഹാം. ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു. പരീക്ഷിച്ചത് ഇവണ്ണമായിരുന്നു,
ആ അബ്രഹാമിനോട് പറയുകയാണ്, നീ നിൻ്റെ ഏകജാതനായ മകനെ എനിക്ക് യാഗമായിട്ട് അർപ്പിക്കണം. അങ്ങനെ ആ ശബ്ദം കേട്ടിട്ട് ഈ പാവം കുഞ്ഞുമായിട്ട് പോവുകയാണ്. അനുസരിക്കാനേ ഇദ്ദേഹത്തിന് അറിയത്തുള്ളൂ. മറുതലിപ്പില്ല, ചോദ്യം ചെയ്തില്ല. ഇറങ്ങിപ്പുറപ്പെടാൻ പറഞ്ഞപ്പം എങ്ങോട്ടെന്നറിയാതെ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു മനുഷ്യൻ. ആ മനുഷ്യന് ദൈവം തമ്പുരാൻ വാഗ്ദത്തം നിവർത്തി എന്നവണ്ണം ഒരു കുഞ്ഞിനെ കൊടുത്തു, ഇസഹാക്ക്. ഇസഹാക്ക് ഒരു ചെറുപ്പക്കാരനായി ബാല്യക്കാരനായി വളർന്നു. വീണ്ടും പരീക്ഷണ, ജീവിതം മുഴുവൻ പരീക്ഷണമായിരുന്നു. പരീക്ഷണത്തിൻ്റെ ഒടുവിൽ ശക്തമായൊരു പരീക്ഷണം. നിൻ്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനെ എനിക്ക് യാഗമായിട്ട് തരണം. യാഗം എന്നൊക്കെ പറയുന്നത് മരണമാണ്. കണ്ണും പൂട്ടി അതികാലത്ത് എഴുന്നേറ്റിട്ട് ആലോചന ആരോടും ചോദിച്ചില്ല, മൗനമായിട്ട് യാത്ര പോകുക. എനിക്കിഷ്ടപ്പെട്ടു. അതികാലത്തെ എഴുന്നേറ്റിട്ട് യാത്ര പോവുകയാണ്. ആരാധനയ്ക്ക് വേണ്ടി അതികാലത്തെ എഴുന്നേറ്റ ഒരു മനുഷ്യൻ. അതായിരുന്നു ആര്? അബ്രഹാം. എല്ലാവരോടും പറയട്ടെ, എല്ലാവരും ഇച്ചിരി ഉറങ്ങുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ സൺഡേ മോർണിംഗ്. ബാക്കി എല്ലാ ദിവസവും നമുക്ക് ഉണരാൻ അറിയാം. പക്ഷേ സൺഡേ നമുക്ക് ഉറങ്ങാനുള്ള ഒരു ദിവസം. പക്ഷേ അബ്രഹാം എപ്പോൾ എഴുന്നേറ്റു? അതികാലത്തെ എഴുന്നേറ്റു. അബ്രഹാം അതികാലത്തെ എഴുന്നേറ്റു. എത്ര പ്രാവശ്യം ചായ്ച്ചാൻ പറഞ്ഞു, 6 മണിക്ക് യോഗം തുടങ്ങുന്നു. തിരുവല്ല പുഷ്പമേളയ്ക്ക് 5:30 എത്തുന്നവർ നാളെ 6 മണിക്ക് എത്തണമെന്ന് ആവശ്യപ്പെട്ടത് ഒരു കാര്യമാണ്. എന്താ കാര്യം ചോദിച്ചാൽ അതങ്ങനെയാണ്. കാരണം ആരാധനയ്ക്ക് പലപ്പോഴും താമസിക്കും. പക്ഷേ അബ്രഹാം അതികാലത്തെ എഴുന്നേറ്റു. എന്നിട്ട് വിറകെല്ലാം കീറി എടുത്തുകൊണ്ട് പോവുകയാണ്. വിറകുകൾ കീറി വേണം വരാൻ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവിടുന്ന് രക്ഷിക്കും ദൈവം. ഹൃദയങ്ങളെ തന്നെ കീറി ദൈവസന്ധി വരികയാണ്. ബാല്യക്കാരനുമായിട്ട് അവിടെ എത്തി. പക്ഷേ അവിടെ താഴെ എത്തിയപ്പോൾ മകനുമായിട്ട് മാത്രം കയറിപ്പോവുകയാണ്. വിറകെടുത്ത് മകൻ്റെ തോളിൽ വെച്ചു. അത്രയും ഒരു മകനെ ദഹിപ്പിക്കാനുള്ള വിറകാണ്. ഇമ്മണി ഒരു കാപ്പി തിളയ്ക്കാനുള്ള വിറകല്ല, ഒരു മകൻ ദഹിക്കാനുള്ള വിറക്. ആ വിറക് കെട്ടെടുത്ത് മകൻ്റെ തോളിൽ വെച്ചിട്ട് ഇരുവരും കൂടെ മല കയറി പോകുന്ന വഴിക്ക് ഈ മകനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പം തീയുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എവിടാ യാഗമൃഗം? എന്ത് ചെയ്യും? ആടെന്ത് ചെയ്യും? അപ്പൻ ഒരു സംശയം ഇല്ലാതെ മറുപടി പറഞ്ഞു, മോനെ, ദൈവം എന്ത് ചെയ്തുകൊള്ളും? കരുതിക്കൊള്ളും. അവിടെ ചെന്നിട്ട് അനുസരണയോടെ ഈ മകൻ കിടക്കുക. അപ്പൻ മകനെ കുത്താൻ കത്തിയെടുത്തപ്പോൾ ആഞ്ഞ് കുത്തിയപ്പോൾ ഒരു വിളിയുണ്ടായി, അബ്രാമേ, അബ്രാമേ, ബാലിൻ്റെ മേൽ കൈ വെക്കരുത്. അബ്രാമേ, അബ്രാമേ. ഈ വിളി ഞാൻ പലപ്പോഴും കേട്ടു. ശീമോനെ, ശീമോനെ, എരിശിലേമേ, എരിശിലേമേ. കർത്താവിൻ്റെ ഒരു ശൈലിയാണ്, ഡബിൾ വിളിയാണ്. അബ്രാമേ, അബ്രാമേ, ബാലിൻ്റെ മേൽ കൈ വെക്കരുത്. തലപൊക്കി നോക്കിയപ്പോൾ കൊമ്പ് കുരുങ്ങിക്കിടക്കുന്ന ഒരു കാലാട്ട് കൊറ്റനെ കണ്ടു. അബ്രഹാം അതിനെ എടുത്തിട്ട് ഇസ്ഹാക്കിന് പകരം യാഗം കഴിച്ചു. അവരാ സ്ഥലത്തിന് പേരിട്ടു യഹോവ ഇരെ, ദൈവം കരുതിക്കൊള്ളും. രണ്ടാമത്തെ ഒരു പർവ്വത അനുഭവമാണ് കരുതുന്ന ഒരു ദൈവത്തിൻ്റെ പർവ്വതം. എനിക്ക് വേണ്ടി ആരാ കരുതുക? ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ദൈവദാസൻ, പാവം പിടിച്ചവനാണ്. അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹം ഒരു സന്ധിയിൽ വാടക കുടിശ്ശിക കൊടുക്കാൻ കുറേ നാളായപ്പോൾ ബലമായിട്ട് വീട്ടുടമസ്ഥൻ ഇറക്കി വിട്ടു. വാടക കൊടുക്കാതെ ഇറക്കി വിടുന്നവരെ നമുക്ക് കുറ്റം പറയാൻ ഒക്കത്തില്ല. എന്താ കാര്യം ചോദിച്ചാൽ അവരാ വാടക കൊണ്ടാണ് അവരുടെ കാര്യങ്ങൾ കഴിയുക. അപ്പോൾ അത് അവരുടെ ഒരു പ്രതീക്ഷയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറക്കി വിടപ്പെടേണ്ടി വന്നപ്പോൾ എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല. ഒരു സന്ധ്യയുടെ മഴച്ചാറ്റൽ. ആ മഴച്ചാറ്റലിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ റോഡിലിറങ്ങി നിന്നപ്പോൾ ഭക്തൻ മേളിലോട്ട് നോക്കിയപ്പോൾ കിട്ടിയൊരു പാട്ടാണ്, കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നത് എന്തിന് നീ? അബ്രഹാമിൻ്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ? ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനെന്നും ശക്തനല്ലയോ? ഈ രാത്രി കർത്താവ് പറയുന്നു, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു പർവ്വതമുണ്ട്, യഹോവയുടെ പർവ്വതം. ആരാ കരുതുക? ഓരോരുത്തർക്കും വേണ്ടി കരുതുന്ന ദൈവമുണ്ട്. ചിലർക്ക് വേണ്ടത് സാമ്പത്തിക കരുതലായിരിക്കും. അത് തമ്പുരാൻ കരുതി വെക്കും. എന്നിങ്ങനെ കരുതും. അത് ഒരു കണ്ണ് കാണാത്തതും ഒരു കാത് കേൾക്കാത്തതും ആരുടെയും ഹൃദയത്തിൽ തോന്നാത്ത നിലകളിൽ ദൈവം കരുതുന്ന ദൈവമാണ്. അത് കോവിഡിൻ്റെ കാലഘട്ടത്തിൽ പറയാൻ കഴിയുന്നവരെല്ലാം കർത്താവിനെ ഒന്ന് സ്തുതിച്ച്, ദൈവം കരുതുന്ന ദൈവം, ദൈവം കരുതുന്ന ദൈവമാണ്, ദൈവം കരുതുന്ന ദൈവമാണ്. അങ്ങനെ ഒരു പർവ്വതമുണ്ട്, യഹോവ ഇരെ, എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ ചെങ്കടലിലും വഴി തുറക്കുന്ന ഒരു ദൈവം. ഇന്ന് രാത്രി പറയട്ടെ, ഏലിയാവിൻ്റെ ദൈവം നമ്മുടെ ദൈവമാണ്. കാക്കയെ കൊണ്ടു തൻ ദാസനെ പോറ്റുവാൻ ശക്തനായി തീർന്നവൻ കൂടെയുണ്ട്. സ്വർഗപിതാവിൻ്റെ ദിവ്യ ഭണ്ഡാരത്തെ സ്വന്തമായി കണ്ടു തൻ ജീവിതം ചെയ്യുന്ന ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ?
കരുതുന്ന ഒരു പർവ്വതം യഹോവ ഈരെ. കരങ്ങൾ ഉയർത്തി എല്ലാവരും പറഞ്ഞേ യഹോവ ഈരെ. ആ കരുതൽ അനുഭവിച്ചിട്ടുള്ളവർ ഇന്ന് രാത്രി ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുക. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്. എൻ്റെ നാവ് അവിടുത്തെ എഴുത്തുകോല്. ദൈവാത്മാവ് എന്നോട് പറയുന്നു ഈ പ്രശ്നത്തെ ഞാൻ എങ്ങനെ പ്രത്യേകിച്ച് ചില മക്കളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ വല്ലാതെ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരോട് ദൈവാത്മാവ് ദൂത് പറയുകയാണ്, ഞാൻ നിൻ്റെ കുഞ്ഞിന് വേണ്ടി കരുതിയിട്ടുണ്ടമ്മ. ഞാൻ നിൻ്റെ കുഞ്ഞിന് വേണ്ടി കരുതിയിട്ടുണ്ട്. ഞാൻ നിൻ്റെ കുഞ്ഞിന് വേണ്ടി കരുതിയിട്ടുണ്ട്. ഞാൻ നിൻ്റെ കുഞ്ഞിന് വേണ്ടി കരുതിയിട്ടുണ്ട്. തക്ക സമയത്ത് അവിടുന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവിടുത്തെ കരുതലുകൾ നിങ്ങൾ കാണുമ്പോൾ ഒരു കാര്യം നിങ്ങൾ എഴുതി വെക്കും, ഇത് യഹോവയാൽ സംഭവിച്ചു. മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമാകുന്നു. പ്രത്യേകിച്ച് വിവാഹത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ കരുതൽ 2023 കുടുംബങ്ങൾ അനുഭവിക്കുമെന്ന് ആത്മാവ് ദൂത് പറയുമ്പോൾ ആ ഒരു വിഷയത്തിൽ ഭാരപ്പെടുന്ന ചിലർക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. കരമുയർത്തി അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചോ. നമ്മുടെ കുഞ്ഞിൻ്റെ വിവാഹം കർത്താവെ എപ്പം നടക്കും, ആര് കെട്ടിക്കും, എങ്ങനെ കെട്ടും, എങ്ങനെ നടക്കും? കർത്താവ് പറയുന്നു ഞാൻ കരുതുന്ന ദൈവമാണ്. എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു വിവാഹപ്രായം എത്തി വരുന്നു. അത് പക്ഷേ ഇന്ന് എൻ്റെ മനസ്സിനെ അലട്ടുന്നുണ്ട്. എനിക്കതിനകത്തൊരു ഭാരത്തോടെ ഞാൻ ആ വിഷയം ദൈവസന്ധി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ്. ഇന്നിത് പറയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു ദൈവം എന്നോട് ഇടപെടുന്നുണ്ട്. അങ്ങനെ ഹൃദയത്തിൽ പ്രേരണ തോന്നുന്ന പ്രിയപ്പെട്ടവർ കരമുയർത്തി പ്രാർത്ഥിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹത്തിൻ്റെ വിഷയം കരങ്ങൾ ഉയർത്തി കർത്താവിൻ്റെ സന്ധി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പേര് പറഞ്ഞ് ആ വിഷയത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടോ. ഹല്ലേലൂയ. പിതാവേ, പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ തുണയെ കൊടുക്കുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ പ്രവൃത്തി അത്ഭുതകരമായി ഈ മക്കളിൽ വെളിപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഇത് യഹോവയാൽ സംഭവിച്ചു. മനുഷ്യദൃഷ്ടിയിൽ ആശ്ചര്യമെന്നവണ്ണം അവരുടെ മക്കളുടെ വിവാഹ കാര്യത്തെ സ്വർഗം ഏറ്റെടുത്തിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചു കൊടുക്കുക, ഞാൻ നിന്നെ പുലർത്താൻ ശക്തനാകുന്നു. അങ്ങയുടെ കയ്യിൽ ആ ഭാരത്തെ ഇറക്കി വെക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. കരുതുന്ന ദൈവം, ഓരോന്നിനു വേണ്ടിയും ദൈവം കരുതുന്ന ദൈവം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരുതലുകൾ ശ്രേഷ്ഠവുമായിരിക്കും, ദൈവത്തിൻ്റെ കരുതലുകൾ മാന്യവുമായിരിക്കും. 3 മക്കളൊക്കെയുള്ള എൻ്റെ ഒരു കൂട്ട് സഹോദരൻ, തനിക്ക് കുടുംബസ്വത്തായിട്ട് കുറച്ച് സ്ഥലമുണ്ട്. കുടുംബസ്വത്തായിട്ട് കിട്ടിയ സ്ഥലം, ആ സ്ഥലം തൻ്റേതാണ്, ഒരു കൊച്ചു വീട്. എന്നാൽ പെട്ടെന്നൊരു സാഹചര്യത്തിൽ തൻ്റെ സഹോദരൻ്റെ വീട് നഷ്ടപ്പെടുന്നു. അത് ബാങ്കിൻ്റെ ഒരു വിഷയത്തിൽ പോയിരുന്നു. സഹോദരൻ 2 പെൺകുഞ്ഞുങ്ങൾ. അതുകൊണ്ട് തന്നെ അവരിച്ചിരി ബുദ്ധിമുട്ടിൽ കണ്ണും പൊട്ടി. ഈ മനുഷ്യൻ തൻ്റെ കുടുംബ സ്വത്ത് വീടുൾപ്പെടെ തൻ്റെ സഹോദരന് എഴുതി കൊടുത്തിട്ട് വാടക വീട്ടിൽ താമസിക്കുമ്പോൾ പോകാൻ ഒരു വീടില്ല, താമസിക്കാൻ ഒരു സ്ഥലമില്ല. ഒരാളോടും അവരാ വേദന പങ്കുവെച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സഹോദരൻ എന്നെ ഒരു രാത്രി വിളിക്കുന്നു. അദ്ദേഹം വന്നിട്ട് പോവുകയാണ്. എനിക്ക് കുറച്ച് സ്ഥലമുണ്ട്, അത് ആർക്കെങ്കിലും ഒരാളെ കൊടുക്കണം, കുറച്ച് പേർക്ക് കൊടുക്കുക. അതെങ്ങനെ കൊടുക്കണം, എന്ത് കൊടുക്കണം, അതെല്ലാം കത്തദാസിന് തീരുമാനിക്കാം. ഞാൻ അത് വിശ്വസിച്ച് ഏൽപ്പിക്കുക. അപ്പം ഞാൻ ആരുടെ കൊടുക്കണം എന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഈ മുഖം തെളിഞ്ഞു വന്നു. അതിലൊരാളായിട്ട് ഞാൻ അദ്ദേഹത്തെ കണ്ട് കൊടുത്തു. ടോസിട്ട് ആ സ്ഥലം ഡിവൈഡ് ചെയ്ത് തനിക്ക് കൊടുത്തപ്പോൾ അത് അളക്കാനും ഡിസൈൻ ചെയ്യാനും വന്ന എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം കേരളത്തിലെ പ്രശസ്തനായ ഒരു ശില്പിയാണ്. ഭയങ്കര കലാബോധമുള്ള, എക്കോ ഫ്രണ്ട്ലി വീടുകൾക്ക് ഒത്തിരി അവാർഡുകളൊക്കെ വാങ്ങിച്ചിട്ടുള്ള, മനോരമ ഒത്തിരി വട്ടം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനറാണ്. അദ്ദേഹം വന്നിട്ട് എന്നോട് ചോദിക്കുക, എത്ര വില വേണമെന്ന് തരാം, ഈ സ്ഥലം എനിക്ക് തരാമോ? ഞാൻ ചോദിച്ചു, അതെന്നാ കാര്യം? ഇതുപോലെ ഉള്ള ഒരു സ്ഥലം ഇവിടെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ സ്വന്തം സഹോദരന് തൻ്റെ കുടുംബ സ്വത്ത് എഴുതി കൊടുത്തിട്ട് വീടില്ലാത്ത ആ മകൻ ആരോടും പറയാതെ നിന്നപ്പോൾ ഒരു രാത്രി ഒരു സഹോദരൻ്റെ ഹൃദയത്തെ ഉണർത്തി എളിയവനെ ഏൽപ്പിച്ച്, എളിയവൻ്റെ മനസ്സിൽ ഈ കാര്യം അദ്ദേഹം പറഞ്ഞിട്ടില്ലെങ്കിലും മുഖം തെളിയിച്ച് വന്ന ദൈവം എത്ര വലിയ ദൈവമാണ്. അവൻ്റെ കരുണകൾ എത്ര വലുതാണ്. സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഇന്ന് രാത്രി എല്ലാവരും സ്തുതിച്ചേ. ഞാൻ നിനക്കായി കരുതുമ്പോൾ ഒരു കണ്ണ് കാണാത്തതും ഒരു കാത് കേൾക്കാത്തതും ആരുടെയും ഹൃദയത്തിൽ തോന്നാത്ത നിലകളിൽ കരുതാൻ കഴിവുള്ള ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നീനച്ചിടുമ്പോ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നീനച്ചിടുമ്പോ. എനിക്കായി കരുതുവാനില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. അവൻ എനിക്കായി കരുതുവാനികത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോൾ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാനികത്തിലില്ലേ ഒന്നോ, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാനികത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോ, ഭക്ഷണമായി കാകനെന്റെ അടുക്കൽ വരും. ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോ, ഭക്ഷണമായി കാകനെന്റെ അടുക്കൽ. അപ്പോൾ വിറച്ചീവ കരത്തിൽ തരും ജീവ, ഉറവയിൻ തോടെനിക്കു ദാഹം തീർത്തിടും. അപ്പോൾ വിറച്ചീവ കരത്തിൽ തരും ജീവ, ഉറവയിൻ തോടെനിക്കു ദാഹം തീർത്തിടും. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോ. എനിക്കായി കരുതുവാനികത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാനികത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. അപ്പോൾ കരുതുന്ന ഒരു പർവ്വതം യഹോവ ഈരെ എന്ന പർവ്വതം. ഒന്നും വീണ്ടും മുമ്പോട്ട് പോകട്ടെ. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മോസസ് ഇങ്ങനെ അടുത്ത് വരികയാണ്. 40 വർഷത്തെ മരുഭൂമി യാത്രയുടെ ഒടുവിൽ അടുത്ത് വരുമ്പോൾ വലിയൊരു കാഴ്ച കാണുകയാണ്. ആ കാഴ്ച കണ്ടുകൊണ്ട് ഈ കാഴ്ച എന്തെന്നറിയാൻ വേണ്ടി താൻ അടുത്ത് വരുമ്പോൾ മുള്ളിങ്ങനെ കത്തുകയാണ്. പക്ഷേ മുൾപ്പടർപ്പ് എന്ത് ചെയ്യുന്നില്ല, വെന്ത് പോകുന്നില്ല. ഈ അത്ഭുതകരമായ കാഴ്ച എന്തെന്നറിയാൻ വേണ്ടി താൻ അടുത്ത് ഇരിക്കുകയാണ്. അപ്പോഴാണ് പറയുക, നീ ഇവിടോട്ട് അടുത്ത് വരല്ലേ. അപ്പോൾ അവിടെയാണ് നിയമമൊക്കെ കൊടുക്കുക. പക്ഷേ നിയമത്തെക്കുറിച്ച് കൊടുത്ത പർവ്വതം, ആ പർവ്വതം അടുത്തുകൂടാത്ത ഒരു പർവ്വതമാണ്. ഇങ്ങോട്ട് മൃഗം പോലത്തിന് പോലും അടുത്ത് വരാൻ കഴിയാത്ത ഒരു പർവ്വതത്തെ എബ്രായ ലേഖനം നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പക്ഷേ അവിടെയും കാണേണ്ട ഒരു കാഴ്ചയുണ്ട്. മുള്ളിങ്ങനെ കത്തുകയാണ് തീയ, പക്ഷേ വെന്തു പോകുന്നില്ല. കത്തുന്ന ഒരു കാഴ്ച. ഒരു കാര്യം ഓർക്കുക, പ്രശ്നങ്ങളൊക്കെ നമ്മളെ മൂടാം, അതൊരു തീ പോലെ വരാം. പക്ഷേ അപ്പോഴും വെന്തു പോകാതെ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങളുടെ മുകളിൽ. ഇതാണ് അത്ഭുതകരമായ കാഴ്ച. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതപ്പെട്ട കാഴ്ച പ്രശ്നങ്ങളല്ല, പ്രശ്നങ്ങൾക്കകത്തും വെന്തു പോകാതെ നിൽക്കുന്ന വിശ്വാസത്തിൻ്റെ, ധൈര്യത്തിൻ്റെ കാഴ്ച. ഇവൻ ഇന്നും ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ള ചോദ്യം, ഇവൻ മരിച്ചില്ല എന്നൊരു ചോദ്യം, ഇവനൊന്നും എന്താ ഇങ്ങനെ നടക്കുക? ഒറ്റ കാര്യമാ, കൃപയുടെ ഒരാവരണം ഉള്ളത് കൊണ്ട് കത്തിപ്പോകാതെ നിർത്തുന്ന ദൈവകൃപ. ഹല്ലേലൂയ. ചെറിയ പ്രശ്നങ്ങൾ എത്രയോ പേരെ വിഷാദ രോഗത്തിലേക്ക് കൊണ്ടുപോയി. ചെറിയ പ്രശ്നങ്ങൾ എത്രയോ പേരെ ആത്മഹത്യയുടെ മുനമ്പിക്കൊണ്ട് എത്തിച്ചു. എത്രയോ പേർ ആത്മഹത്യ ചെയ്ത്, എത്രയോ പേർ ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടു. പക്ഷേ ഇന്നും നാം നിൽക്കുന്നത് പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല,
പ്രശ്നങ്ങളുടെ മുകളിൽ കത്തുന്ന ഒരു അഗ്നി ഉള്ളത് കൊണ്ട് വെന്തു പോകാതെ നിർത്തിയ ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ. എന്തെല്ലാം പരിശോധനകളിൽ കൂടെ പോയിട്ടും നോക്കൂ, അങ്ങനെ ഒരു പർവ്വതത്തെ കാണുകയാണ്. വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവിനെ ദൈവം വിളിക്കുകയാണ്. നീ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ എന്ത് ചെയ്യത്തില്ല, മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. പറയാൻ എളുപ്പമാണ്, ചാടി കയറി അങ്ങ് പറയാം. പക്ഷെ കോൺസിക്വൻസസ് പലപ്പോഴും പാടാണ്. ഈ പറയാനൊരു ആവേശമൊക്കെ വേണം, പക്ഷെ പറഞ്ഞാൽ അങ്ങ് നടക്കുകയും ചെയ്യും. എന്നോട് എപ്പോഴും രായിച്ചാനും എല്ലാവരും പറയും, പല കാര്യങ്ങളും പവർ വിഷനിലൊക്കെ നടക്കുമ്പോൾ ഞാൻ അങ്ങ് പറയും, ചുമ്മാ അങ്ങ് പറയുന്നതാകണം. പക്ഷെ അതങ്ങ് നടക്കും. പറയാൻ എളുപ്പമാണ്, കോൺസിക്വൻസസ് പാടാം. എന്നാലും പറയാൻ ഒരാൾ പറയണം. അടുത്ത ദിവസം ഇന്ന പ്രോഗ്രാമാണെന്നൊക്കെ പറയുന്നത് ഒരു ആത്മനിയോഗത്തിലാണ് പറയുക, വെറുതെ പറയത്തില്ല. എന്നാലും ഏലിയാവ് അങ്ങ് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയൊന്നും എന്ത് ചെയ്യത്തില്ല, പെയ്യത്തില്ല. മഞ്ഞും മഴയും പെയ്യത്തില്ലെന്ന് പറഞ്ഞിട്ട് ആ താക്കോലൊക്കെയാണ് പൂട്ടി, താക്കോലുമായിട്ട് ഇവരങ്ങ് പോയി. ഞാൻ ചിന്തിക്കുന്നു, ആഹാബും കൂട്ടരും പ്രശ്നം വെച്ചു, മഴ പെയ്യ്ക്കുന്നത് എങ്ങനെ. എല്ലാവരും വന്നു, അതിൻ്റെ കബഡി നിരത്തി കാര്യങ്ങൾ ചെയ്തു, ഭയങ്കര പരിപാടിയെല്ലാം നടത്തി. അപ്പോൾ എല്ലാവരും അവകാശം വാദം വെച്ചു, ഞങ്ങൾ മഴ പെയ്യിക്കാം വന്നവരെല്ലാവരും പറഞ്ഞു മഴ പെയ്യിക്കാം, പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അത് പൂട്ടി ഒരാളുടെ കൈ താക്കോലിരിക്കുക. താക്കോല് കൊണ്ടുവന്നാൽ അയാളെയും കൊണ്ടുവന്നാൽ മഴ പെയ്യ്ക്കാം. തപ്പി നടക്കുകയാണ്, കാരണം ഇങ്ങനെയാണ് പൂട്ടി താക്കോലുള്ള മനുഷ്യനെ തപ്പി നടക്കുക. ഒടുവിൽ എവിടെ കാണാൻ ഇങ്ങനെ പോയി ഒളിച്ചിരിക്കുന്നു. അവിടുന്ന് പിന്നെ സാറാവത്തി പോകുന്നു, ഒടുവിൽ കണ്ടുമുട്ടുന്നു. അപ്പോൾ കഷ്ടപ്പെടുന്നത് നീ അല്ലേ എന്നൊക്കെ ചോദിച്ച് ഒരു സംഭാഷണമൊക്കെ ഈ ബാങ്കളൊക്കെ എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഒടുവിൽ ഒരു സംഭവം നടക്കുക, ഇവരെ എല്ലാം കൂട്ടിക്കൊണ്ട് കർമ്മേലിൻ്റെ പർവ്വതത്തിൽ പോയി, പർവ്വതത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് ഒരു സമയം ആദ്യം ഇവർക്ക് കൊടുത്തു, ടേൺ 1 ടേൺ 2 ഏലിയാവിന്. ഏത് വേണം, രാവിലെ വേണോ വൈകിട്ട് വേണോ? അവർ പറഞ്ഞു രാവിലെ. ആദ്യം അവർക്ക് ശരി. അവർ ഉച്ചവരെ വിളിച്ചു, ഉച്ചവരെ ഭയങ്കര പരിപാടി നടത്തും. എല്ലാത്തിനും കീറി അവിടെ വെച്ചിട്ട് പരിപാടി വെച്ചു. ഉച്ചവരെ ഉറക്ക വിളിച്ചിട്ടും തീ ഇറങ്ങിയില്ല. ഏലിയാവ് ഒടുവിൽ പറഞ്ഞു, അദ്ദേഹം ഉറങ്ങുമായിരിക്കും, ഉറക്ക വിളിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ വെളിക്ക് പോയിരിക്കുകയായിരിക്കും, എങ്ങനെ എല്ലാം ഉറക്ക വിളിക്കുക. പക്ഷേ കുറേ നേരം വിളിച്ചു, രക്തം ഒലിപ്പിച്ച് വിളിച്ചിട്ടും വന്നില്ല. ഈ മനുഷ്യൻ ഒരു കാര്യം ചെയ്തു, ഏലിയാവ് കർമ്മേൻ്റെ മുകളിൽ ഒരു 12 കല്ലെടുത്തൊരു യാഗപീഠമൊക്കെ പണിതു. ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം ഒരു യാഗപീഠമൊക്കെ പണിതിട്ട് അതിന് ചുറ്റും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതിനെ കീറി വെച്ചിട്ട് ഒരു സിമ്പിൾ പ്രെയർ നടത്തി. പ്രാർത്ഥന എപ്പോഴും സിമ്പിളായിരിക്കണം, അതാണ് ദൈവത്തിന് ഇഷ്ടവും. വലിയ പ്രാസം ഇല്ലാതെ പ്രാർത്ഥിക്കണം. ചില പ്രാസമൊക്കെ കേട്ടപ്പം കർത്താവ് ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ അർത്ഥം ഡിക്ഷണറിയൊക്കെ തപ്പേണ്ടവർ. കർത്താവ് ചിലപ്പം അല്ല പിന്നെ അങ്ങ് പ്രാർത്ഥിക്കണം. ഞാൻ ഒരു നല്ല പ്രാർത്ഥനാവാചകം കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ 60കളുടെ ആ ഒരു പകുതിയിലാണ് ഒരു ഉണർവൊക്കെ ഉണ്ടാകുക. അന്നേരം യാക്കോബായ പശ്ചാത്തലത്തൊക്കെ ആണെങ്കിൽ ഉണർവുണ്ടായപ്പോൾ ഒത്തിരി പേര് യോഗത്തിൽ വന്നു. അപ്പോൾ എന്നും മുറ്റത്ത് കൺവെൻഷനും പ്രാർത്ഥന, ആര് വന്നാലും ആൾ കൂടിയ മുറ്റം കൺവെൻഷൻ. ദൈവകൃപയ അന്ന് തുടങ്ങിയ മുറ്റത്ത് കൺവെൻഷൻ ഇപ്പോഴും ഇങ്ങനെ നടക്കുന്നുണ്ട്, കൃപയാൽ. അപ്പോൾ അന്ന് അവിടെ ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ വരും. അപ്പോൾ അന്നുള്ള ഒരാളെ ഉള്ളൂ ഇപ്പം ജീവനോടെ. അദ്ദേഹം ഈ കഥകളൊക്കെ പറയും, ഓർമ്മയിൽ ജീവനോടുള്ള ഒരാളെ ഉള്ളൂ. എൻ്റെ ഒരു മൂത്ത അച്ചാച്ചൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അന്നത്തെ കഥകൾ പറയും. ഇടയ്ക്കൊക്കെ അദ്ദേഹം അമേരിക്കയിൽ നിന്ന് വരുമ്പോൾ മണിക്കൂറുകളിരുന്ന് കഥ പറയും. അതിനിടയ്ക്ക് ഒരു കഥ പറഞ്ഞു. അങ്ങനെ ഒരു സഞ്ചാര സുവിശേഷകൻ പരസ്യവും നടത്തി പോവുകയാണ്. അദ്ദേഹം നമ്മുടെ വീട്ടിൽ വന്നു. അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അറിയുമെന്ന് അറിയത്തില്ല, എന്നാലും കൺവെൻഷന് പ്രാർത്ഥിക്കാൻ അവസരം കൊടുക്കണ്ടേ. അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ അവസരം കൊടുത്തു, അപ്പച്ചനെ പ്രാർത്ഥിക്കാം. അപ്പം ഞങ്ങളുടെ അപ്പച്ചൻ ഈ അച്ചാച്ചനെ കൊണ്ടാണ് ചോദിപ്പിച്ചത്, കൺവെൻഷൻ ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അച്ചായൻ വന്നൊരു പ്രാർത്ഥന അങ്ങ് പ്രാർത്ഥിച്ചു. തുടക്കം ഇങ്ങനെയാണ്: കർത്താവേ, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച്, ആ മിച്ചം വന്നത് ഒന്നുപോലും കളയാതെ ഇവന്മാരെയും കൊണ്ട് അത് പറക്കിപ്പിച്ച്, എന്നിട്ട് അത് 12 കൊട്ടയിലാക്കി, എന്നിട്ട് ആ 12 കൊട്ട ഈ 12 അപ്പോസ്തലന്മാരുടെ തലയെ വെച്ച് കൊടുത്ത് നടക്കടാന്ന് പറഞ്ഞ് ചുമ്മിപ്പിച്ച് 12 മുക്കവക്കുടിയിൽ കാത്തിരുന്ന മുക്കവപ്പിള്ളയുടെ പട്ടിണി മാറ്റിയ കർത്താവി. എന്നോ പ്രാർത്ഥന മനസ്സിലായില്ല. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചിട്ട് 5000 ആ മിച്ചം വന്നത് 12 കൊട്ട നിറച്ചെടുത്ത് അത് 12 അപ്പോസ്തലന്മാരുടെ തലയെ വെച്ച് ചുമപ്പിച്ച് അവരുടെ മുക്കവക്കുടിയിൽ കാത്തിരുന്ന പാവം പിടിച്ച പിള്ളേരുടെ പട്ടിണി മാറ്റിയ കർത്താവേ. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം, സത്യമല്ലേ? കർത്താവേ എന്നൊരു വിളി, അതൊരു വലിയ വിളിയാണ്. ഏതായാലും സിമ്പിൾ ഒരു പ്രെയർ പ്രാർത്ഥിച്ചു. ഈ പറഞ്ഞൊക്കെ ഞാൻ അങ്ങ് പറഞ്ഞിട്ട് ചെയ്തതാണെന്നും അങ്ങ് ദൈവമാണെന്നും ഞാൻ നിന്റെ ദാസനാണെന്നും ഒന്ന് തെളിയിച്ചേക്കാൻ പറഞ്ഞു. വളരെ ലളിതമായൊരു പ്രാർത്ഥന. ഒറ്റ പ്രാർത്ഥനയിൽ എന്തോ ഇറങ്ങി, തീ ഇറങ്ങി. അതൊരു പോരാട്ടത്തിൻ്റെ പർവ്വതമാണ്. പക്ഷേ ഈ എപ്പോഴും ഓർത്തോണം, ക്രിസ്തീയ ജീവിതത്തിൽ ഈ പോരാട്ടമുണ്ട്. പോരാട്ടം. പക്ഷേ ഈ പോരാട്ടത്തിൻ്റെ എല്ലാം പ്രത്യേകത, നല്ല പോരാട്ടം വരുമ്പോൾ നമ്മളെല്ലാം ഒറ്റയ്ക്കായിരിക്കും. പോരാട്ടത്തിൽ എല്ലാവരും ഒറ്റയ്ക്കായിരിക്കും. ശക്തമായ പോരാട്ടം വരും, അന്ന് ആരും കൂടെ കാണണമെന്നില്ല,
നിർബന്ധവും ഇല്ല. പോരാട്ടത്തിൽ എപ്പോഴും ഒറ്റയ്ക്കായിരിക്കും. ഏലിയാവ് ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നു. അപ്പുറത്തോ അതിശക്തമായ ഒരു സൈന്യം. ചെറുതാണോ? ഇത്രയും ബാലിൻ്റെ അശേര പ്രവാചകന്മാരെല്ലാം നിൽക്കുന്നു. രാജസൈന്യം അവർക്കെല്ലാം കാവലും കാര്യങ്ങളും എല്ലാം. ഈ മനുഷ്യൻ ഒറ്റയ്ക്ക്. പക്ഷേ പോരാട്ട ഭൂമിയിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ തീ ഇറക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്നും ഇറക്കും. തീ ഇറക്കുന്ന ഒരു ദൈവമുണ്ട്. പോരാട്ട ഭൂമിയിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കേണ്ടവർ, അചഞ്ചലമായി നിൽക്കേണ്ടവർ, അചഞ്ചലമായി നിൽക്കുന്ന രാത്രികളിലൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവമാണ്. അപ്പോൾ ഈ പോരാട്ടത്തെക്കുറിച്ച് മനസ്സിലിങ്ങനെ ആഴത്തിൽ കിടക്കുന്ന ഒരു സംഭവം പറയാം. ആ സംഭവം ഇങ്ങനെയുള്ള ഒരനുഭവമാണ്. അതിനെനിക്കൊരു പ്രൂഫും കിട്ടി അടുത്തിടയ്ക്ക്. അപ്പോൾ എന്നോട് ഞാൻ ഒത്തിരി അടുത്ത് പൗരുഷനിലൊക്കെ ഈ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കേട്ട ഒരു ചേച്ചി എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, അവരുടെ അത് ഞാൻ പറയാം. അപ്പോൾ സാക്ഷി ഇതാണ്. ഈ ഭാഗത്ത് മധ്യ തിരുവിതാംകൂറിലൊരിടത്ത് ഒരച്ചാൻ പരസ്യവും നടത്തുകയാണ്. അന്ന് 60കളിലാണ്. പരസ്യവും നടത്തിയിട്ട് നിങ്ങൾ മർക്കോസിൻ്റെ സുവിശേഷത്തെ ആധാരമാക്കി പ്രസംഗിച്ചു. സർപ്പത്തെ പിടിച്ചടക്കും, വിശ്വാസത്താൽ രോഗികളെ സുഖപ്പെടുത്തും. ആ ഭാഗമെല്ലാം അതിശക്തിയോടെ പ്രസംഗിച്ചു. പ്രസംഗിക്കുമ്പോൾ ഭയങ്കര ശക്തിയാണ്. ചിലരൊക്കെ പ്രസംഗിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പൂഴിയൊക്കെ പറക്കും. കാരണം മണ്ണൊക്കെ ഇങ്ങനെ ഇളക്കി പ്രസംഗിച്ച് കളയും. മണ്ണൊക്കെ ഇളക്കി അവർ ചവിട്ടുമ്പോൾ പൂഴി ഇങ്ങനെ പൊങ്ങി ആളെ കാണാത്ത പ്രസംഗം ഞാൻ കണ്ടിട്ടുണ്ട്. മണൽപ്പരപ്പിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ അത് ആവേശത്തിൻ്റെ പ്രസംഗമാണ്. പ്രസംഗം ഭയങ്കര ആവേശമാണ്. അത് കഴിഞ്ഞ് പോയിട്ട് ഉച്ചയ്ക്ക് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുമ്പോഴാണ് അന്ന് മദ്യവേനൽ അവധി. അടഞ്ഞു കിടന്ന സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ 2 പാമ്പ് തമ്മിൽ മാറാടുന്നു. ഒന്ന് മൂർഖം പാമ്പ്, 2 മൂർഖം പാമ്പായിരിക്കും എന്നാണ് പറയുക. കാരണം ഒന്ന് സ്ത്രൈണഭാവം കാണിക്കും, ഒന്ന് പത്തി അടക്കി വെക്കും, 2 മാറാടുക. പാമ്പ് മാറാടുന്ന ഭയങ്കര അപകടമാണ്. ആ സമയത്ത് അടുത്ത് ചെന്നാൽ കൊന്നുകളെ. അങ്ങനെ മാറാടുന്ന പാമ്പ്. അപ്പോഴാണ് പിള്ളേർക്കെല്ലാം ഒരു രസം. ഇങ്ങനെ പറഞ്ഞില്ലേ സർപ്പത്തെ പിടിക്കുമെന്ന്. എല്ലാവരും കൂടെ ചെന്നു. ഉച്ചയ്ക്ക് ഉറക്കം കഴിഞ്ഞെങ്കിൽ ഉറക്കത്തിൽ കിടക്കുന്ന അച്ചാനെ ഉണർത്തി, പാടോ എന്ത്? പാമ്പിനെ പിടിക്കാൻ പാ. എന്താ കാര്യം? ഇങ്ങനെ പ്രസംഗിച്ചില്ലേ? പൊക്കിയെടുത്തു, ഷട്ടിട്ടോ ഇടിച്ചു, കൊണ്ടുവരികയാണ്. പാവം താണ്ട എഴുന്നള്ളിച്ചുകൊണ്ട് വരിക. കുറേ പിള്ളേർ പുറകെ കുക്കി അലച്ച് ഇദ്ദേഹത്തെ. അവിടെ ചെന്ന് നോക്കിയപ്പം പാമ്പ് മാറാടുന്നു. ചെല്ലാതിരിക്കാൻ നോക്കൂ. പുള്ളി ഒരു കൊച്ചു വടിയുമായിട്ട് ചെന്നപ്പോൾ പാമ്പ് 2 കൂടെ പുള്ളിയുടെ നേരെ തിരിഞ്ഞു. എന്നിട്ട് ഓരോ കാലേ കൂടെ ചുറ്റി അങ്ങ് കയറി ഇന്ന് മാറാടി. ഈ മനുഷ്യൻ സിമ്പിൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, ഞാൻ നിൻ്റെ ദാസനാണെന്നൊന്ന് തെളിയിച്ചേക്കാൻ. 2 പാമ്പും താഴെ ഇറങ്ങി 2നെയും സിമ്പിളായിട്ട് അടിച്ചു കൊന്നു. അന്നേരം 10-30 പിള്ളേർ മുട്ടുമടക്കി സ്നാനപ്പെടാൻ തീരുമാനിച്ചു. അപ്പം ആ ഉപദേശിയുടെ കാലയിൽ ഇങ്ങനെ പാമ്പ് ചുറ്റി വളഞ്ഞ് കയറിയപ്പോൾ ആ പാമ്പിൻ്റെ അത് പടം ചുറ്റിയിടത്തെല്ലാം പഴുത്തു, പൊട്ടി. അത് കരിയാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ തമ്പുരാൻ പറഞ്ഞു, അത് അവിടെ ഇരുന്നോട്ടെ, കാരണം തെളിവിനല്ലേ. അങ്ങനെ പുള്ളി പ്രസംഗിക്കുമ്പം ഈ മുണ്ട് മടക്കി കുത്തി പ്രസംഗത്തിനിടയ്ക്ക് കാല് കാണിക്കും. അങ്ങനെ പുള്ളിക്കൊരു പേര് കിട്ടി, പാമ്പനുപദേശി. അങ്ങനെ പാമ്പിന് നശി അങ്ങനെ മുറ്റത്ത് ഒത്തിരി ഇടത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഒരു ചേച്ചി എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ പ്രസംഗിച്ചു എന്ന് അറിഞ്ഞു, എൻ്റെ വല്യപ്പനാണ് പാമ്പനുപദേശി. സത്യമാണ്, എൻ്റെ വല്യപ്പനാണ് പാമ്പനുപദേശി. അപ്പോൾ ഒരു കാര്യം സത്യമാണ്, പോരാട്ട ഭൂമി ഒറ്റയ്ക്കാണെങ്കിലും ഇറങ്ങി വരുന്ന ദൈവം ഇന്നുമുണ്ട്. പോരാട്ട ഭൂമിയിൽ കർമ്മേലിൻ്റെ പോരാട്ടത്തിൽ കൂടെ ഓരോരുത്തരും കടന്നു പോകണം. കരങ്ങളടിച്ച് എല്ലാവരും സ്തുതിച്ച്. ഭാരതസഭ ഇക്കാലത്തൊരു പോരാട്ടത്തിൽ കൂടെ കടന്നു പോവുക. ജീവൻ മരണ പോരാട്ടമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റഗന റിബന ഹദന റിഗല രഗന ഹദന റിഗന രബന ഹദന. സ്തോത്രം, 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 സ്തോത്രം. ഇടകം പടകം പടകല ഘടകം ശകനം ദിഗനം രഗജം ദഗനം ധാരം ധേരം 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 ധേരം. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ എന്നോട് പിണങ്ങരുത്. പലർക്കും ചിലർക്ക് പോരാട്ടമില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പം ചിലരോടൊന്നും ആർക്കും പോരാട്ടമൊന്നും കാണത്തില്ല. അതും സത്യമാണ്. അവർ വളരെ സുഖമായിട്ട് ജീവിക്കും. 6:30-7 മണിക്ക് മുമ്പ് ഗേറ്റ് അടയ്ക്കും, പട്ടിയെ അഴിച്ചു വിടും, പിന്നെ കുറച്ച് യൂട്യൂബ് കാണും, സന്ധ്യയാവും, ഒരു 8:45 കിടക്കും, 6 മണിക്ക് എഴുന്നേക്കും, 8 മണിക്കൂർ കൃത്യമായിട്ട് ഉറങ്ങും, രാവിലെ അരമണിക്കൂർ 45 മിനിറ്റ് നടക്കും, പിന്നെ വന്ന് വീട്ടിൽ ഇരിക്കും. ഇവർക്കൊന്നും വലിയ പോരാട്ടം കാണത്തില്ല. അപ്പോൾ അവർ ചോദിക്കും പോരാട്ടമുണ്ടോ? പോരാട്ടം. എന്നാൽ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിഞ്ഞ ഓരോരുത്തരുടെ ജീവിതത്തിൽ കടന്നുപോയ പാതകൾ ചെറിയ പാതകളാണ്. എന്തെല്ലാം പ്രശ്നങ്ങളാണ്. പാപം ചെയ്തിട്ടാണോ? അല്ല, പോരാട്ടത്തിലാണ്. പക്ഷേ ഒരു കാര്യം പറയാം, ഭക്തൻ ഒറ്റയ്ക്കാണെങ്കിലും പോരാട്ടത്തിൻ്റെ രാത്രികളിൽ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. പോരാട്ടത്തിൻ്റെ രാത്രികളിൽ
ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. കരമടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് റബല ഹദന റിബന ഹദന റബന ശബന ഹദന റിബന അന്ധരാജ രാജ. ഈ കൊച്ചായുസി കടന്നുപോയ പോരാട്ടങ്ങൾ ചെറിയ പോരാട്ടങ്ങളല്ല. ഏതെല്ലാം പോരാട്ടങ്ങളിലൂടെ ഇവർ കടന്നുപോയി. ഞാൻ ചിലപ്പോഴൊക്കെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, തമ്പുരാൻ നമ്മുടെ നെഞ്ചത്തൂടൊക്കെ കയറ്റി ഇറക്കിയത് വെറും ഓട്ടോറിക്ഷയൊന്നും അല്ല, ഒന്നാം തരം ബുൾഡോസർ കയറ്റി ഇറങ്ങി അതിൻ്റെ ഇടയിൽ കിടന്ന് അതുപോലെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഉറക്കമില്ലാത്ത രാത്രികൾ ഒറ്റ പോളെ കണ്ണടയ്ക്കാതെ നേരം വെളുക്കുകളൊക്കെ ഇരുന്ന് നേരം വെളുപ്പിച്ചിട്ടുണ്ട്. ഇരുന്ന് ഞാൻ നേരം വെളുപ്പിച്ച എത്രയോ രാത്രികൾ. നാളെ എന്ത് ചെയ്യും? പക്ഷെ ഒന്നെനിക്കറിയാം, പോരാട്ട രാത്രികളിൽ ഇറങ്ങി വരുന്ന ദൈവം. പരിച്ച ദുഃഖത്താൽ പോരാട്ടമാകിലും പാരിച്ച ദുഃഖത്താൽ. നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് ആ പാട്ടൊന്ന്, ഒരു മിനിറ്റ് എല്ലാവരും ചേർന്ന് ആ പാട്ടൊന്ന് പാടുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളോടൊന്ന് കൂടെ വന്ന് എല്ലാവരും ചേർന്ന് പാടിയാട്ടെ. പോരാട്ട ഭൂമിയാണ് ക്രിസ്ത്യ ജീവിതം, ഒരു പോരാട്ടത്തിൻ്റെ യാത്രയാണ്. ഇവിടെ ഒറ്റയ്ക്കായിരിക്കും, ഒറ്റയ്ക്ക് ചെറിയ പോരാട്ടമൊന്നുമല്ല പ്രിയരെ. എൻ്റെ കഴുത്തേൽ വടിവാള് വെച്ച് ഞാനൊരു രാത്രി മുഴുവൻ നിന്നിട്ടുണ്ട്, ഏതാണ്ട് ഒരു സാധനം കുത്തിപ്പിടിച്ചോണ്ട്. എനിക്ക് ഭയങ്കര ധൈര്യം തോന്നി. ഞാൻ കൂളായിട്ട് അവിടെ ഇരുന്നു. അവൻ്റെ കൈ കഴിച്ചപ്പം അവൻ ഇട്ടേച്ച് പോയി. ഇടയ്ക്ക് എൻ്റെ കാല് കഴിച്ചപ്പം ഞാൻ പറഞ്ഞു ഇരിക്കാൻ അനുവദിക്കുമെന്ന് ചോദിച്ചു. ഇരുന്നോളാം എന്ന് പറഞ്ഞു. 3 മണി വരെ എന്തോ ചെയ്യാൻ ഒന്നും ചെയ്യില്ല. പക്ഷെ ആ രാത്രിയിലൊക്കെ ഇങ്ങനെ ഭയങ്കര ഒരു സുഖം അനുഭവിക്കും. എന്താ കാര്യം എന്നറിയാമോ? ദൂതന്മാർ നമ്മുടെ കൂടി ഇങ്ങനെ ഇറങ്ങിയൊക്കെ ഇങ്ങനെ നിൽക്കും. എന്തെല്ലാം പോരാട്ടങ്ങളിലൂടെ, കേസ്, വഴക്ക്, പ്രയാസങ്ങൾ. പക്ഷെ ഒന്നെനിക്കറിയാം, ഓരോ പോരാട്ടം കഴിയുമ്പോഴും ഇരട്ടി ശക്തിയോടൊന്ന് കുളിച്ച് കയറി വരും. ഓരോ പോരാട്ടത്തിലും അതീവ ശക്തിയോടെ, ദൃഢതയോടെ കയറി വരും. പിന്നെ അടുത്ത ഒരു ലെവലിലേക്ക് ദൈവം കൊണ്ടാകുന്നതിന് മുമ്പ് അനുവദിക്കപ്പെടുന്ന ചില പോരാട്ട ഭൂമിയിൽ ഒറ്റയ്ക്കെന്ന് തോന്നിയാലും കർമ്മേലിറങ്ങി വന്ന ദൈവമുണ്ട്. കർമ്മേലിന്റെ ദൈവം പാലിച്ച ദുഃഖത്താൽ പോരാട്ടമാകിലും പകരത്തില്ല. നേരോടെ ജീവിച്ച് ആറുതൽ പെടും ഞാൻ, തീരുമേൻ ദുഃഖം വിലാപവും ചേരും ഞാൻ. ചേർന്ന് കരങ്ങൾ അടിച്ച് പോരാട്ടമാകിലും ഭാരിച്ച പോരാട്ടമാകിലും നേരോടെ ജീവിച്ചു ആറുതൽ പേടും ഞാൻ. നേരോടെ ജീവിച്ചു ആറുതൽ പേടും ഞാൻ. തീരും ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗ്ഗം. ഹല്ലേലൂയ. തീരും ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗ്ഗം. ഹല്ലേലൂയ. കഷ്ടതയാകിലും നഷ്ടങ്ങൾ വന്നാലും, കഷ്ടതയാകിലും നഷ്ടങ്ങൾ വന്നാലും, ഇഷ്ടങ്ങൾ വിട്ടാലും തുഷ്ടിയായി ജീവിക്കും. ഇഷ്ടങ്ങൾ വിട്ടാലും തുഷ്ടിയായി ജീവിക്കും. തീരും ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗ്ഗം. ഹല്ലേലൂയ. തീരും ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗ്ഗം. ഹല്ലേലൂയ. കൂട്ടുകുടുംബക്കാർ തിട്ടമായി തീരും, കൂട്ടുകുടുംബക്കാർ തിട്ടമായി തീരും. കൂട്ടു സഹോദരർ ഭ്രഷ്ടരായി തള്ളിയിടും, കൂട്ടു സഹോദരർ ഭ്രഷ്ടരായി തള്ളിയിടും. തീരും ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗ്ഗം. ഹല്ലേലൂയ. തീരും ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗ്ഗം. ഹല്ലേലൂയ. എന്തു മനോഹരം അന്താ ചിന്തിക്കുകിൽ, എന്തു മനോഹരം അന്താ ചിന്തിക്കുകിൽ. സന്തോഷദേശമേ നിന്നിൽ ഞാൻ ചേർന്നിടും, സന്തോഷദേശമേ നിന്നിൽ ഞാൻ ചേർന്നിടും. തീരും ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗ്ഗം. ഹല്ലേലൂയ. തീരും ദുഃഖം വിലാപം ചേരും ഞാൻ
ഞാൻ സ്വർഗവേഗം ഹല്ലേലൂയ. ദൂരത്തായി കാണുന്ന സോദര കൂട്ടത്തെ, ദൂരത്തായി കാണുന്ന സോദര കൂട്ടത്തെ, യോവാനിയക്കരെ സ്വാഗത സംഘത്തെ, യോവാനിയക്കരെ സ്വാഗത സംഘത്തെ. തീരും എൻ ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗവേഗം ഹല്ലേലൂയ. തീരും എൻ ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗവേഗം ഹല്ലേലൂയ. ബോട്ടിൽ ഞാൻ കയറിയിടും ഓ പാട്ടോടെ യാത്രയ്ക്കാ, ബോട്ടിൽ ഞാൻ കയറിയിടും പാട്ടോടെ യാത്രയ്ക്കാ. ഓട്ടമില്ലാതുള്ള വീട്ടിൽ ഞാൻ എത്തിയിടും, ഓ ഓട്ടമില്ലാതുള്ള വീട്ടിൽ ഞാൻ ഓ. തീരും എൻ ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗവേഗം ഹല്ലേലൂയ. ഓ തീരും എൻ ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗവേഗം ഹല്ലേലൂയ. രാജമോടി ചൂടി രാജാധിരാജനെ, രാജമോടി ചൂടി രാജാധിരാജനെ. ആലിംഗനം ചെയ്യും നാളിലെന്താനന്ദം, ആലിംഗനം ചെയ്യും നാളിലെന്താനന്ദം. തീരും എൻ ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗവേഗം ഹല്ലേലൂയ. തീരും എൻ ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗവേഗം ഹല്ലേലൂയ. തീരും എൻ ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗവേഗം ഹല്ലേലൂയ. ഓ തീരും എൻ ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗവേഗം ഹല്ലേലൂയ. കർമ്മേലിൻ്റെ ഒരു മല, ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു മല, പോരാട്ടത്തിൻ്റെ ഒരു പർവ്വതം. പക്ഷെ കർമ്മേൽ പർവ്വതത്തിൽ ഇറങ്ങി വന്ന നമ്മുടെ ദൈവമുണ്ട്, തീ ഇറക്കുന്ന ദൈവം. ഏലിയാവേ, നീ ഒറ്റയ്ക്കെന്ന് തോന്നിയാലും നീ ഒറ്റയ്ക്കല്ല. അപ്പുറത്ത് നിൽക്കുന്നവർ വലിയ ഭൂരിപക്ഷം തോന്നിയാലും നിൻ്റെ കൂടുള്ളവർ അതിനേക്കാൾ ശക്തരായ ദൂതസഞ്ചയ. ഇന്ന് രാത്രി എനിക്ക് വേണ്ടി എൻ്റെ പോരാട്ട രാത്രിയിൽ ഇറങ്ങി വരുന്ന ദൈവമുണ്ടെന്ന് പറയുമ്പോൾ ശുശ്രൂഷാമുഖത്ത്, കുടുംബജീവിതത്തിൽ, മക്കളോടുള്ള ബന്ധത്തിൽ ഒരു വലിയ പോരാട്ടത്തിൻ്റെ രാത്രികളിൽ കടന്നു പോകുന്ന ചിലരോട് ആത്മാവ് ദൂത് പറയുന്നു, ഈ പോരാട്ടത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവം. ഇരു കരങ്ങളും ശിരസിൻ്റെ മുകളിൽ ഉയർത്തി അല്പസമയം ചേർത്ത് അടിച്ച് സ്തുതിച്ച്, ഇരു കരങ്ങളും ശിരസിൻ്റെ മുകളിൽ ഉയർത്തി പോരാടി പ്രാർത്ഥിക്കണം. വിട്ടുകൊടുക്കരുത്. ഞാൻ നിൻ്റെ ദാസനം തെളിയിക്കണം. മക്കളോടുള്ള ബന്ധത്തിൽ പോരാട്ടം വരാം, വലിയ പ്രതിസന്ധികൾ വരാം, തലമുറയോടുള്ള ബന്ധത്തിൽ അത് സംഭവിക്കാം, ദാമ്പത്യത്തിൽ സംഭവിക്കാം, ശുശ്രൂഷയിൽ സംഭവിക്കാം. ഒറ്റയ്ക്ക് നിന്ന് പയറ്റേണ്ടി വരാം. ഹല്ലേലൂയ. ആരോടും പ്രാർത്ഥനയ്ക്ക് പോലും പങ്കുവെക്കാൻ കഴിയാത്ത വേദനകളിൽ കൂടെ കടന്നു പോകേണ്ടി വരാം. ഒരു പ്രാർത്ഥനാ വിഷയമായിട്ട് പോലും ആരോടും പറയാൻ കഴിയാത്ത ചില പ്രതിസന്ധികൾ ഒറ്റയ്ക്ക് നിന്ന് നേരിടേണ്ടി വരാം. പക്ഷെ കർമ്മേലിൽ ഇറങ്ങി വന്ന ദൈവം നിന്റെ കൂടെ ആ പോരാട്ട രാത്രി വരും. ഇരു കരങ്ങളും ശിരസിന് മുകളിൽ ഉയർത്തി അല്പസമയം കരഘോഷത്തോടെ ചേർത്തടിച്ച് പറ, ഞാൻ ഒറ്റയ്ക്കല്ല ഈ പോരാട്ടത്തിൽ, ഞാൻ ഒറ്റയ്ക്കല്ല ഈ പോരാട്ടത്തിൽ. എൻ്റെ കൂടെ ഇറങ്ങുന്ന ദൈവമുണ്ട്. അപ്പുറത്ത് ശക്തമായിരിക്കുക. ഇപ്പം കാണുന്നത് ഭയങ്കരമാണ്, വലിയ സൈന്യം അപ്പുറത്ത് നിൽക്കുക. എനിക്ക് ചുറ്റും കാണാൻ ഒന്നുമില്ലെങ്കിലോ അകക്കണ്ണ് തുറന്ന് കാണണം. ഈ പോരാട്ട ഭൂമി നിൽക്കുന്ന സ്വർഗത്തെ കാണണം. സ്വർഗം ഇറങ്ങി കൂടെ വന്ന് നിൽക്കും. ഹല്ലേലൂയ. കർമ്മേലിൻ്റെ പോരാട്ടത്തിൻ്റെ ഒരു പർവ്വതം. മുമ്പോട്ട് പോകട്ടെ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു പർവ്വതത്തെ നാം കാണുക. അത് കാൽവറിയുടെ ഒരു മലയാണ്. എന്താണ് അവിടെ സംഭവിക്കുക? നോക്കൂ, ആർക്കും അടുത്തുകൂടാൻ കഴിയാത്ത സിയോൻ പർവ്വതം. പക്ഷേ ആർക്കും അടുത്തുകൂടാൻ വയ്യ. പക്ഷേ എല്ലാവർക്കും കടന്നു ചെല്ലാൻ വേണ്ടി ഒരു മലയൊരുക്കി, കാൽവറിയുടെ മലയാണ്. ആ മലയുടെ മുകളിലൂടെ നമുക്കൊന്ന് പോകാം. എന്തിനാണ് കർത്താവ് ദൈവം അന്ന് മനുഷ്യന് വേണ്ടി ഒരുക്കിയത്? ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു വന്ന് എല്ലാവരും പാപം ചെയ്ത് കഴിഞ്ഞ് മനുഷ്യർക്ക് പാപപരിഹാരാർത്ഥം യാഗകർമാദികൾ നടത്തിയപ്പോഴും ആവർത്തിക്കപ്പെടുന്ന യാഗങ്ങളിലൂടെ നടന്നു പോയിട്ട് പാപപരിഹാരം നടക്കാതെ വന്നപ്പോൾ മനുഷ്യൻ നിലവിളിച്ചു, അയ്യോ, ഞാൻ അനിഷ്ട മനുഷ്യൻ, ഈ മരണത്തിനും പാപത്തിനും അധീനമായ ശരീരത്തു നിന്ന് എന്നെ ആര് വിടുവിക്കും? ഉത്തരം കർത്താവായ യേശുക്രിസ്തു. ദൈവം മനുഷ്യനായി, നമ്മെ രക്ഷിക്കാൻ വേണ്ടി ദൈവം മനുഷ്യനായ യേശു 30 വയസ്സ് വരെ മാതാപിതാ കീഴ്പ്പെട്ട് ജീവിച്ചു. 33.5 വയസ്സിൽ 6 കോടതി തന്നെ വിസ്തരിക്കുക. അന്ന് രാത്രി അറസ്റ്റ് ചെയ്യപ്പെട്ട രാത്രി മതകോടതി വിസ്തരിച്ചു. അന്നാസും കയ്യഫാവും സന്നദ്ധരി സംഘവും 3 കോടതികൾ മാറി മാറി വിസ്തരിച്ചു. അവരുടെ
രാത്രി കോടതി കൂടി. രാത്രി കോടതി ഇല്ല സാധാരണഗതി. യാക്കൂബിനെ തൂക്കിക്കൊല്ലുന്ന വെളുപ്പിനെ അന്ന് അടിയന്തരമായൊരു കോടതി രാത്രി കൂടി. പലരും ഉറക്കളച്ച് കോടതി വിധി കാത്തിരുന്നു. ഞാനിരുന്ന കൂട്ടത്തിലാണ്. പക്ഷേ അതൊക്കെ അടിയന്തര ഘട്ടങ്ങളിൽ കൂടുന്ന കോടതി. പക്ഷേ കർത്താവിനെ ക്രൂശിക്കാൻ അവരടിയന്തര മതകോടതി രാത്രി കൂടി. എന്നിട്ട് കോറവും തികഞ്ഞില്ല, സാക്ഷികൾ മൊഴികൾ ഒത്തു വന്നില്ല, കുറ്റപത്രം നിരത്തിയില്ല. എന്നിട്ടും അവർ കുറ്റപത്രം തയ്യാറാക്കി ഇവനെ ക്രൂശിക്കണം. പിലാത്തോസിന് കൈമാറി. പിലാത്തോസ് യേശുവിനെ ഹെരോദാസിന് കൈമാറി. ഹെരോദാസ് ഒരു തെറ്റും കാണാഞ്ഞിട്ട് തിരിച്ച് പിലാത്തോസിന് കൈമാറി. 6 കോടതികൾ. ഒടുവിൽ 6 കോടതിയുടെ വിസ്താരത്തിൻ്റെ ഒടുവിൽ പിലാത്തോസ് ഒരു വെർഡിക്റ്റ് പറഞ്ഞു, ഈ നിൽക്കുന്ന പ്രതിയിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇവനെ അടുപ്പിച്ച് വിട്ടയക്കും. അടി തുടങ്ങി. ഒരു കൽത്തിറങ്കിൽ കുനിച്ചു നിർത്തി റോമൻ ചാട്ടകൾ കൊണ്ട് അടിച്ചു. അടികൊണ്ട് അവരുടെ ദുഃഖം തീരുമെന്നാണ് ഓർത്തത്. പക്ഷെ അവർ ആക്രോശിക്കാൻ തുടങ്ങി, അവനെ ക്രൂശിക്കണം. അപ്പോൾ പീലാത്തോസ് ഒരു കാര്യം എടുത്തു. 2 പേരെ കൊണ്ടു നിർത്തി. ഒന്ന് യേശു, മറ്റൊന്ന് ബറബാസ്. ബറബാസിനെയും യേശുവിനെ മുന്നിൽ നിർത്തി. ആരെ വേണം? പെരുന്നാൾ തോറും ഒരാളെ വിട്ടയക്കും, നിങ്ങൾക്ക് ആരെ വേണം? അവർ നിലവിളിച്ചു, ഉറക്കെ വിളിച്ചു, ഞങ്ങൾക്ക് ഇവനെ വേണ്ട, ആരെ മതി? ബറബാസിനെ വിട്ടുക, അവനെ ക്രൂശിക്കുക. നിലവിളി അധികമായപ്പോൾ പിലാത്തോസിന് നിവർത്തിയില്ല. പിലാത്തോസ് അതനുസരിച്ചു. യേശുവിനെ, നിങ്ങളുടെ രാജാവിനെ ഇതാ കൊണ്ടുപോകാൻ പറഞ്ഞു കൊടുക്കുന്നു. ബറബാസിനെ പുറത്തേക്ക് വിട്ടു. ബറബാസ് ബെറിയോന ശീമോനെ, ശീമോന്റെ മകൻ ബെറിയോന ശീമോൻ. ബർ അബാസ് അബ്ബായുടെ മകൻ. ബറബാസും ഒരിടത്ത്. അത് അബ്ബായുടെ മക്കളാണ്. നമ്മളെല്ലാം ആ ലൈനിൽ ഇങ്ങേ അറ്റം നിപ്പുണ്ട്. അപ്പുറത്ത് ഏകജാതനായ ക്രിസ്തു നിപ്പുണ്ട്. ബറബാസ് പുറത്തോട്ട് പോയി. യേശു കാൽവറി മലയിലേക്ക് പോയി. ബറബാസ് ഇങ്ങനെ പുറത്തോട്ട് പോയപ്പം ഞാൻ എൻ്റെ വായിച്ചിട്ട് ബറബാസിൻ്റെ പുറകെ ഒന്ന് യാത്ര ചെയ്തു. നമുക്കൊരിഷ്ടമല്ലേ? ചിലപ്പോൾ നമ്മളിങ്ങനെ പുറകെ പോകാറില്ല. പിള്ളേരൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയാൽ പുറകെ പോകും. എന്തിനാ? എവിടെ പോകുകയെന്നറിയാൻ. നമ്മളിങ്ങനെ പുറകെ പോകുന്നതല്ലേ? ബറബാസിൻ്റെ പുറകെ വന്ന് പോയി. ബറബാസ് ഇങ്ങനെ നടന്ന് ഒരു വീട്ടിലെത്തിയിട്ട് കോളിംഗ് ബെല്ലടിക്കുന്നു. ബറബാസിൻ്റെ മോൾ ഇറങ്ങി വന്നു. അവൾ അന്തം വിഴുങ്ങി നിൽക്കുക. ഇതാരാ നിൽക്കുക? അപ്പായാളോ? പക്ഷേ കണ്ടിട്ട് പപ്പ തന്നെ. അവൾ ഓടിപ്പോയി അമ്മച്ചിയോട് പറഞ്ഞു. അപ്പ വന്നു. ഭാര്യയോട് പറഞ്ഞു. ഭാര്യ വന്നിങ്ങനെ നോക്കി നിൽക്കുക. അമ്മ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. മോനാണോ? മോനാ. അമ്മ 1000 ഉമ്മ കൊടുക്കുന്നു. എന്താ പറ്റി? മക്കൾ ചുറ്റും നിൽക്കുന്നു. ഭാര്യ ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുന്നു. പക്ഷെ ബർബാസ് കരയുക. ബർബാസിന് ചോദിച്ചു, എന്താ സംഭവിച്ചേ? ബർബാസ് പറയും, എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ ഒന്ന് ഞാൻ കണ്ടു. ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോൾ ഒരാൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഒരു ഏകജാതൻ അങ്ങോട്ട് നടന്നപ്പോൾ അവിടെ പോകേണ്ട നമ്മൾ ഇറങ്ങി പുറത്തോട്ട് നടന്നു. അതാണ് കാൽവറി മില്ലിൽ നടന്നത്. ഒരാൾ പുറത്തോട്ട് പോകാൻ, നമ്മളെല്ലാം മരണത്തിൽ നിന്ന് പുറത്തു വരാൻ ഒരാൾ അങ്ങോട്ട് നടന്നു പോയി. ആ മലയിൽ ക്രൂശിക്കപ്പെടേണ്ട നമ്മൾ പുറത്തോട്ട് നടന്നത്, സ്വതന്ത്രരായി നടക്കപ്പെട്ടത് ഒരാൾ നമുക്ക് പകരം അങ്ങോട്ട് നടക്കപ്പെട്ടു കാൽവറി മലയിലേക്ക്. ബർബാസിന് സന്തോഷമല്ല, ബർബാസ് കരയുക. ഒരു തെറ്റും ചെയ്യാത്ത ഒരുവൻ അങ്ങോട്ട് നടന്നിട്ടുണ്ട്. ഞാനോ കലഹക്കാരൻ, അവിടുത്തെ പ്രതികളിൽ ഒരാൾ. പക്ഷെ ആ നിൽക്കുന്നവൻ നന്മ മാത്രം സുവിശേഷിച്ചവൻ. അവനങ്ങോട്ട് നടന്നുപോയി, ഞാൻ ഇങ്ങോട്ട് നടന്നു. ഏകജാതനായ പുത്രനെ ദൈവ കോപക്രോധാഗ്നിയിൽ വിട്ടുകൊടുത്തു. 2 കള്ളന്മാർ നടുവിൽ ക്രൂശിച്ചു. കർത്താവായ യേശുവിൻ്റെ സ്ഥാനം എപ്പോഴും നടുക്കാണ്. കാൽവറി മലയിൽ 2 കള്ളന്മാരുടെ നടുവിൽ യേശുവിൻ്റെ സ്ഥാനം എപ്പോഴും നടുക്കാ കേട്ടോ. എന്താണ്? തൃത്വത്തിൻ്റെ നടുക്ക്, ആകാശത്തിനും ഭൂമിക്കും നടുക്ക്, പുതിയ നിയമത്തിനും പഴയ നിയമത്തിനും നടുക്ക്, മനുഷ്യർക്കും ദൈവത്തിനും നടുക്ക്, എല്ലാത്തിനും നടുക്ക്, ഏറ്റവും ഒടുവിൽ ചരിത്രത്തിൻ്റെ നടുക്ക്. ഇന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാനുണ്ടെന്ന്. ജീവിത പ്രശ്നങ്ങളുടെ സൈഡിലല്ല, കാഴ്ചക്കാരനല്ല, നടുക്ക് നിൽക്കുന്ന ഒരുവനുണ്ട്. അവിടുന്ന് നമ്മുടെ നടുക്കുണ്ട്. നടുക്ക്. ഹല്ലേലൂയ. അതുകൊണ്ട് പർവ്വതങ്ങൾ ഇളകി മറിഞ്ഞാലും, സമുദ്രം ഇളകി മറിഞ്ഞാലും, അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ദൈവം അതിൻ്റെ മധ്യേ ഉണ്ട്. ഇന്ന് രാത്രി എൻ്റെ ജീവിത നൗകയുടെ നടുക്ക് നിൽക്കുന്ന മധ്യത്തിലുള്ള ഒരു കർത്താവുണ്ടെന്ന് അറിയുന്നവർ സ്തോത്രം ചെയ്താട്ട്. അവിടുത്തെ സ്ഥാനം എപ്പോഴും നടുക്കാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല, മധ്യത്തിലുണ്ട് യേശു. ശബല ഹദന റിബന അവിടുന്ന് നമ്മുടെ നടുവിലുണ്ട്, മധ്യത്തിലുണ്ട്. പ്രിയരെ, മധ്യത്തിലുണ്ട്. 2 കള്ളന്മാരുടെ നടുവിൽ യേശു. അവിടെ കിടന്നുകൊണ്ട് ക്രൂശിൽ ആ മലയിലെ വാക്കുകൾ, ആ മലയിൽ താൻ തൻ്റെ ജീവിതത്തെ പിതാവാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. മാനവകുലത്തിൻ്റെ പാപപരിഹാരാർത്ഥം സബ്സ്റ്റിറ്റ്യൂട്ട് എത്താം. പക്ഷേ ഏത് മനുഷ്യൻ്റെയും
അവസാന വാക്കുകൾക്ക് ഭയങ്കര ശക്തിയുണ്ട്. ഏത് മനുഷ്യൻ്റെയും അവസാന വാക്കുകൾ ശക്തിയുള്ള വാക്കുകളാണ്. നമ്മളെല്ലാവരും ചോദിക്കും, എന്തോ ഏറ്റവും ഒടുവിൽ പറഞ്ഞു, വല്ലതും പറഞ്ഞോ എന്ന് ചോദിക്കും. ആ വാക്കുകൾക്കൊക്കെ എപ്പോഴും ശക്തിയുണ്ട്. എൻ്റെ അമ്മ ദീർഘ ദിവസങ്ങൾ വെന്റിലേറ്ററിലും ICUയിലുമായിട്ട് 2010 കിടന്നു. അങ്ങനെ ആ സമയത്ത് ഞാൻ UK ഞാൻ പെട്ടെന്ന് വന്നു. പക്ഷേ അമ്മ റിക്കവറായി, റൂമിൽ വന്നു, ഓൾമോസ്റ്റ് എല്ലാം നോർമലായി, ഡോക്ടർമാർക്ക് പ്രതീക്ഷയായി. പക്ഷെ ഒരു ദിവസം അമ്മ പറയുന്നു, എൻ്റെ ഭാര്യയെ കാണണമെന്ന് പറഞ്ഞു. അവളെ കാണാൻ വേണ്ടി വിളിച്ചു. അവൾ അടുത്ത് വന്നപ്പോൾ അമ്മ അടുത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് വയറിൽ കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക. എൻ്റെ വൈഫിൻ്റെ വയറിൽ കൈവച്ചിട്ട് അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചത് ഈ വാചകം ഇതായിരുന്നു: ഞാൻ അടുത്ത് നിൽപ്പുണ്ട്, കർത്താവേ, ഞാൻ അങ്ങയുടെ അടുക്കിലോട്ട് അങ്ങ് വരികയാണ്. ഞാൻ വരുമ്പോൾ പപ്പ ഇവിടെ തനിച്ചാകും. അത് പപ്പയ്ക്ക് സങ്കടമാകുമല്ലോ കർത്താവേ. അതറിയാവുന്നത് കൊണ്ട് ഇവിടെ വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞൊരു ആൺകുഞ്ഞാണല്ലോ, ആ ആൺകുഞ്ഞിൻ്റെ കളിയും ചിരിയും ഒക്കെ അപ്പയുടെ ദുഃഖം മാറ്റുമല്ലോ. അതുകൊണ്ട് എനിക്ക് പകരം ദുഃഖം മാറ്റാൻ അപ്പയ്ക്ക് ഇവനെ കൊടുത്തതിനായി സ്തോത്രം, ഞാൻ അനുഗ്രഹിക്കുന്നു അന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അടുത്ത മണിക്കൂറുകളിൽ മരിച്ചു. അതിനു മുമ്പ് വിളിച്ചൊരു പ്രാർത്ഥന. ഞങ്ങൾക്ക് കുഞ്ഞുണ്ടെന്നുള്ള ഉറപ്പില്ലായിരുന്നു. പക്ഷേ പിന്നത്തേത് മനസ്സിലായി, കുഞ്ഞുണ്ട്. ജനിച്ചപ്പം ഒരാൺകുഞ്ഞ്. പക്ഷേ അമ്മ മരണത്തിന് മുമ്പ് വിളിച്ചിത് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പം മരണത്തിന് മുമ്പുള്ള വാക്കുകൾക്ക് ഭയങ്കര ശക്തിയാണ്. യേശു കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് കുറേ കാര്യങ്ങൾ ആ മലയെന്ന് പറഞ്ഞു. ഒന്നാമത് പറഞ്ഞൊരു വാക്കെന്താ? പിതാവേ, ഇവർ ചെയ്തതെന്നറിയായികയാൽ ഇവരോട് എന്ത് ചെയ്യണമേ? ക്ഷമിക്കണം. ഏറ്റവും വലിയ ആ മല പറയുന്നൊരു കാര്യമുണ്ട്. എല്ലാ മനുഷ്യർക്കും ക്ഷമ കിട്ടുന്ന ഒരിടമുണ്ട്, അത് കാൽവറിയുടെ മലയാണ്. ഈ പർവ്വതത്തിൻ്റെ പ്രത്യേകത, ഈ മനുഷ്യനായ മനുഷ്യരൊക്കെ കുറ്റബോധത്തിൻ്റെ പിടിയിൽപ്പെട്ട രക്ഷപ്പെടാൻ പാടാം. കുറ്റബോധം വല്ലാതെ കൂടും. പരസ്പരം ക്ഷമിക്കുന്നതിനെക്കാട്ടിലും പാടാണ് അവനവനോട് ക്ഷമിക്കാൻ. പരസ്പരം ചിലപ്പോൾ നമ്മൾ ക്ഷമിക്കും, പക്ഷേ അവനവനോട് ക്ഷമിക്കുക. ഞാൻ വായിച്ചതിൽ എന്നെ വല്ലാതെ ഉലച്ചു പോയ ഒരു സംഭവമുണ്ട്. ആ സംഭവം ഇതായിരുന്നു: അവനവനോട് ക്ഷമിക്കാൻ മനുഷ്യൻ പാടുപെടുന്ന കാര്യങ്ങൾ. ഒരിക്കലും ഒരു മനുഷ്യൻ ഭാര്യ മരിച്ചുപോയ മനുഷ്യൻ തൻ്റെ 2 കുഞ്ഞുങ്ങളെ നോക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് അങ്ങ് നോർത്ത് ഈസ്റ്റിലെങ്ങാണ്ടുള്ള പഴയ കാലം അവിടേക്ക് 2 ഇരട്ടക്കുട്ടികളുമായിട്ട് പോവുകയാണ്. ഈ കുഞ്ഞുങ്ങളുമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴാണ് താൻ ഓർക്കുക, ഒരു കുഞ്ഞിന് ട്രെയിനിൽ വെച്ച് ജന്നി വന്നു, വല്ലാത്ത പനി. പക്ഷേ ആ കുഞ്ഞ് മരിച്ചു. കുഞ്ഞ് കയ്യിരുന്നുകൊണ്ട് മരിച്ചു. ഒരേ ഉടുപ്പിട്ട 2 ഇരട്ടക്കുട്ടികൾ. മറ്റേ കുഞ്ഞ് ഉറങ്ങുന്നു. കുഞ്ഞ് മരിച്ചു പോയപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അന്നത്തെ കാലം TTR വിളിച്ചു, പോലീസുകാർ വന്നു, റെയിൽവേ അധികൃതർ, ട്രെയിനിലുള്ളവരൊക്കെ വന്നു. അവരെല്ലാവരും കൂടി ആലോചിച്ചിട്ട് അവസാനം അന്നത്തെ കാലത്തൊരു തീരുമാനമെടുത്തു, ട്രെയിൻ ഇനിയും ദിവസങ്ങളെടുക്കും അങ്ങ് ചെല്ലാൻ. അങ്ങനെ ചെല്ലുമ്പോൾ തന്നെ ഈ ബോഡി പഴുക്കും. കൊണ്ട് നടക്കാൻ നമുക്ക് മറ്റ് സ്ഥലങ്ങളില്ല. ഇവിടെ ഈ മറ്റേ കുഞ്ഞുമായിട്ട് ഇവിടെ ഇറങ്ങാൻ ഒക്കത്തില്ല. ഒടുവിൽ അവരൊരു തീരുമാനത്തിലെത്തി, അടുത്ത ഒരു പാലം വരും, ആ പാലത്തിൽ വെച്ച് മരിച്ച കുഞ്ഞിനെ എറിഞ്ഞേക്കുക. അയാൾ സമ്മതിച്ചു, നിവർത്തിയില്ല. അങ്ങനെ കുഞ്ഞിനെ കൊണ്ട് അവിടെ കിടത്തി. ഡോക്ടർമാർ ഇവരുടെ എല്ലാം അനുവാദമെല്ലാം മേടിക്കാൻ പോയി. തിരിച്ചു വന്നു. ആ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് ഉമ്മ മറ്റേ കുഞ്ഞ് ഉറങ്ങുക. ആ കുഞ്ഞിനെ കൊണ്ട് കൂടപ്പുറപ്പിന് ഉമ്മയൊക്കെ കൊടുത്ത് കണ്ണും പൂട്ടി പാലത്തെ കയറിയപ്പോൾ അയാൾ കണ്ണും പൂട്ടി കുഞ്ഞിനെ എറിഞ്ഞിട്ട് തിരിച്ചു വന്ന് കുറേ കഴിഞ്ഞ് ഉറങ്ങുന്ന കുഞ്ഞിനെ ചേർത്ത് പിടിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത്, എറിഞ്ഞത് മരിച്ച കുഞ്ഞിനെ അല്ല, ഉറങ്ങിയ കുഞ്ഞിനെ എറിഞ്ഞത്. ഈ മനുഷ്യൻ്റെ കുറ്റബോധമൊക്കെ എവിടെ കൊണ്ട് തീർക്കും? ആർക്ക് തീർക്കാൻ കഴിയും? കയ്യിരുന്ന ജീവനുള്ള കുഞ്ഞിനെ അറിയാതെ എറിഞ്ഞുപോയ മനുഷ്യൻ. ഇങ്ങനെ കൈപ്പിഴകൾ കൊണ്ട് അബദ്ധങ്ങൾ പറ്റിയ എത്രയോ പേർ. പക്ഷേ ഒരു കാര്യമാണ്, ഏത് മനുഷ്യനും ക്ഷമ കിട്ടുന്ന ഒരിടമുണ്ട്, അത് കാൽവറിയുടെ മലയാണ്. നിങ്ങളുടെ പാപം എത്ര കട്ടിച്ചുമപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കാൻ കഴിയുന്ന ഒരു മലയുണ്ടെങ്കിൽ ഈ കാൽവറി മലയാണ്. അവിടെ അടുത്ത് വരുന്നവർക്ക് ഭയങ്കര സൗഖ്യമുണ്ടാകും, മനസ്സിന് സൗഖ്യമുണ്ടാകും. ഏറ്റവും വലിയ സൗഖ്യം വേണ്ടത് മനസ്സിന്. തെറ്റുകളുടെ ആഴങ്ങൾ മനുഷ്യനെ ഇങ്ങനെ വല്ലാതെ വേട്ടയാടും. ദാർശനികനായിരുന്ന ഇന്ത്യൻ മഹാനുഭാവൻ ഷിക്കാഗോ മതപ്രസംഗത്തിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ലോകം ശ്രദ്ധ നേടി. എങ്കിലും ഒരു സാധുവായ മിഷണറി അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ താങ്കളുടെ മുമ്പിൽ ഒരു യുവതിയെ കൊണ്ടുവരികയാണ്. രക്തക്കറകൾ പിടിച്ച കൈകൾ കഴുകിക്കളയാൻ ആരുമില്ലെന്ന് നിലവിളിക്കുന്ന അവൾക്ക് താങ്കൾ എന്ത് ശിക്ഷ കൊടുക്കും? അദ്ദേഹം പറഞ്ഞു പോലും, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം, തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം. ആ സാധു മിഷണറി പറഞ്ഞു, ഇവിടെയാണ് വ്യത്യാസം. യേശു പറഞ്ഞു, നിങ്ങളുടെ പാപം എത്ര കടിച്ചുമൊപ്പായിരുന്നാലും
അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു പുണ്യാഹ രക്തം ഒഴുകുന്ന ഒരു മലയുണ്ട്. രക്തവും വെള്ളവും പുറപ്പെട്ടു, ഇന്നും അത് ഒഴുകിക്കൊണ്ടിരിക്കുക. എത്രയോ പേർ അതിനകത്ത്, എത്ര കുഞ്ഞുങ്ങൾ ലഹരിക്ക് അടിമപ്പെട്ടു പോയവർ, അപ്പൻ്റെ സ്വത്ത് മുഴുവൻ നഷ്ടപ്പെട്ടവർ, ദൂർത്തപുത്രരായവർ, ഇവർക്കെല്ലാം മടങ്ങി വരുമ്പോൾ ക്ഷമ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അത് കാൽവരുടെ മലയാണ്. ആ ക്ഷമ കിട്ടുന്ന പിതാവിൻ്റെ ചിത്രം, സഹോദരൻ്റെ ചിത്രം വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏശാവിൻ്റെ ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്ത യാക്കോബ് ദീർഘവർഷങ്ങളായില്ല പിണക്കം. ആ പിണക്കത്തിനൊടുവിൽ യാക്കോബ് ഇങ്ങനെ വരികയാണ്. ചേട്ടൻ എങ്ങനെ പ്രതികരിക്കും അറിയില്ല. പക്ഷേ ഏശാവ് അടുത്ത് വന്നിട്ട് യാക്കോബിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവൻ ഓർത്തത് അടുത്ത ക്ഷണം കുത്തിപ്പിടിച്ച് അടിക്കുമെന്ന, പക്ഷെ ഒന്നും ചെയ്തില്ല. ഏശാവ് കെട്ടിപ്പിടിച്ച് അനിയനെ നെഞ്ചോട് ചേർത്തു. അപ്പോൾ അനിയൻ പറയുന്നൊരു വാക്കുണ്ട്, നിൻ്റെ മുഖം ദൈവത്തിൻ്റെ മുഖം പോലെ ഇരിക്കുക, നിൻ്റെ മുഖം ദൈവത്തിൻ്റെ മുഖം പോലെ ഇരിക്കുക. ഇവിടെയും കുരിശി കിടന്നുകൊണ്ട് ഏകജാതൻ പറയുന്നൊരു വാക്കുണ്ട്, പിതാവേ, ഇവർ ചെയ്തത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണം. ഏത് മനുഷ്യനും ക്ഷമ കിട്ടുന്ന ഒരു സ്ഥലം, അതാണ് ക്രൂശിൻ്റെ ചുവട്. ഇന്ന് രാത്രി ക്ഷമിക്കാൻ കഴിയാത്ത മനുഷ്യരാണ് വിവാഹമോചനങ്ങളിലേക്ക് പോകുക. എന്നാൽ ദമ്പതികളുടെ അവിശ്വസ്തകൾ കണ്ണുകൊണ്ട് കണ്ടിട്ട് ക്ഷമിച്ച് സ്നേഹിച്ച് കൂടെ നിൽക്കുന്ന എത്രയോ പേരെ എനിക്കറിയാം. എന്താ കാര്യം? ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ക്ഷമയുടെ ആ ലോകത്തേക്ക് വന്നാൽ അതൊരു കൾച്ചർ, അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒന്നായിട്ട് മാറും. ഇന്ന് രാത്രി കർത്താവേ, എന്നോട് ക്ഷമിക്കണം, എനിക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കണം. അതിന് നമ്മെ സഹായിക്കുന്ന ഒരു പർവ്വതമുണ്ട്, കാൽവരുടെ മലയാണ്. കാൽവരുടെ മലയിൽ ചിലപ്പം നമ്മളെ വല്ലാതെ ജീവിതത്തെ ഒലച്ച മക്കൾ, അവരോട് നമ്മൾ പറയും, എന്താണ്, എനിക്കിങ്ങനൊരു മോനില്ല, പക്ഷേ അവരോട് ക്ഷമിക്കാൻ കഴിയുന്നത് യേശുവിൻ്റെ സ്നേഹം കൊണ്ട്. അവിശ്വസ്തത കാണിച്ച ദമ്പതികളോട് ക്ഷമിക്കാൻ കഴിയുന്നത് കർത്താവിൻ്റെ സ്നേഹം കൊണ്ട്. ഈ രാത്രി ക്ഷമ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, ഏവർക്കും കിട്ടുന്ന ഒരു സ്ഥലം, അത് കാൽവരുടെ മലയാണ്. 2, അവിടെ നിന്നുകൊണ്ടൊരു മഴി പറയുകയാണ്. ഇന്ന് ഒരു ആൾ പറയുന്നു, ദൈവമേ, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ. കർത്താവ് തിരിച്ചു പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ എവിടെ ഇരിക്കും? പർദീസ ഇരിക്കും. അർത്ഥം, ഏത് മനുഷ്യനും ആരും താമസിച്ചിട്ടില്ല, ഒരാൾക്കും ഏത് സമയത്തും രക്ഷ കിട്ടുന്ന, മോക്ഷം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, അത് കാൽവരുടെ മലയാണ്. ഏത് പ്രായത്തിൽ വന്നാൽ, എത്ര തകർന്നു വന്നാലും ഒറ്റ കാര്യം ഓർക്കുക, ആരും താമസിച്ചിട്ടില്ല. ഏത് പ്രായത്തിലും ഏത് സമയത്തും വന്നാലും ഇതിങ്ങനെ തുറന്നു കിടക്കുക, സ്വീകരിക്കാൻ വേണ്ടി. ഏത് പ്രായത്തിലാകട്ടെ, 90 വയസ്സുള്ള അപ്പച്ചനാകട്ടെ, 10 വയസ്സുള്ള കുഞ്ഞാകട്ടെ, യേശുവേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അവനെ ചേർത്ത് പിടിച്ച് കാൽവറിയിലെ കർത്താവ് ഒരു വാക്കു പറയും, ഇന്ന് നീ എന്നോട് കൂടെ പർദീസ ഇരിക്കും. ജീവിച്ചിരിക്കുമ്പം തന്നെ സ്വർഗത്തിൻ്റെ സുഖം അനുഭവിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ട്, അതാണ് കാൽവറിയുടെ മല. നോക്കൂ, അവിടെ താപ്പോട്ട് നോക്കിയപ്പോൾ ക്രിസ്തു കണ്ടു, യോഹന്നാൻ നിൽക്കുന്നു, പിന്നെ മറിയം നിൽക്കുന്നു, കുറേ സഹോദരിമാർ നിൽക്കുന്നു. അവർ ഒന്ന് നോക്കിയിട്ട് യോഹന്നാനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇതാ നിൻ്റെ അമ്മ. അമ്മയോട് പറഞ്ഞു, ഇതാ നിൻ്റെ മകൻ. ഇത് വലിയൊരു ആഴമുള്ളൊരു കാര്യമാണ്. സ്വാർത്ഥതകളുടെ ഒരു ലോകമാണ് ഈ ലോകം. ഇവിടെ മുഴുവൻ സ്വാർത്ഥതകളാണ്. അവനവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചിന്തിക്കുന്ന, അവനവൻ്റെ കുടുംബത്തിന് പുറത്ത് മറ്റാരെയും കാണാത്ത ഒരു ഉത്തരാധുനിക സ്വാർത്ഥതയുടെ ലോകം. മക്കൾക്കൊക്കെ IT ഫീൽഡിലൊക്കെ ഇഷ്ടം പോലെ ശമ്പളമാണ്. പക്ഷെ ഞാൻ പലരെയും ശ്രദ്ധിച്ചിട്ടുണ്ട്, എല്ലാവരും ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ മൃഗീയ ഭൂരിപക്ഷത്തിനും പണം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവരെൻ്റെ വേദനകളിൽ പങ്കുവെക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമില്ല. പിന്നെ സുഖലോലുപതയുടെ ലോകമാണ്. ഹോട്ടലുകളായ ഹോട്ടലുകൾ, ടൂറായ ടൂറ്, പണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയത്തില്ല. അവനവൻ്റെ കാര്യത്തിന് അപ്പുറത്തോട്ട് ഒരു മനുഷ്യനെയും ചിന്തിക്കാത്തൊരു ലോകമാണ്. പക്ഷേ ഇവിടെ കാര്യം വ്യത്യസ്തമാകുക. യോഹന്നാനെ നോക്കിയിട്ട് യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ഇതാ നിൻ്റെ അമ്മ. അമ്മയോട് പറഞ്ഞു, സ്വന്തം അമ്മയല്ല, അമ്മയോട് പറഞ്ഞു, ഇതാ നിൻ്റെ മകൻ. അവരമ്മയെ മകനെന്ന് വിളിച്ചപ്പം കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ടെറ്റലസ്റ്റായി, സകലതും നിവർത്തിയായി. എന്താ? സ്വാർത്ഥതകളുടെ പുറത്ത് ഒരു നവമാനവികത തുറന്നു കിട്ടിയത് ക്രൂശിൻ്റെ ചുവട്ടിലാണ്. ജന്മം തരാത്തവളെ അമ്മയെന്ന് വിളിക്കാനും ജനിക്കാതെ പോയവരെ മോനെന്ന് വിളിക്കാനും കഴിയുന്ന ആ വലിയ ഒരു കാര്യം. പിന്നെ വിശുദ്ധിയുടെ ഒരു കാര്യം. ആരോ പറയുന്നത് ഞാൻ എവിടെയോ വായിച്ചു, എന്താണ്, ഇതായിരുന്നു, ഒരു അമ്മയും മോനും കൂടെ അവർ 19 വർഷം ഒന്നിച്ച് ജീവിച്ചു എന്നൊരു പാരമ്പര്യം. ഒരു അപവാദം കേട്ടില്ല. അപവാദം കേൾപ്പിക്കാതെ ഒരു സ്ത്രീയും പുരുഷനും കൂടെ ഒരുമിച്ച് ജീവിക്കുന്ന ആരുണ്ട്? ഒറ്റയാളുടെ പേരാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്, കുട്ടൂസനും ഡാഗിനിയും. എത്ര നാളായിട്ട് അവരൊന്നിച്ച് ജീവിക്കുക, കുട്ടൂസനും ഡാഗിനി. ഇന്ന് വരെ ഒരു പേരുദോഷവും കേൾപ്പിക്കാതെ ജീവിച്ചിട്ടുള്ള 2 പേരേ ഉള്ളൂ, കുട്ടൂസനും ഡാഗിനി. അറിയത്തില്ലേ? വേച്ചാൻ അറിയത്തില്ല, നിങ്ങൾക്കറിയത്തില്ലേ? കുട്ടൂസനും ഡാഗിനി. ഇന്ന് വരെ പെരുദോഷം വല്ലതും കേൾപ്പിച്ചോ? ഒരു പെരുദോഷം കേൾപ്പിച്ചില്ല. എത്ര നാളായിട്ട് കുട്ടൂസനും ഡാഗിനി ഒന്നിച്ച് ജീവിക്കുക. വേറെ ആര് ഒന്നിച്ച് നടന്നാലും പ്രശ്നമാണ്. പക്ഷേ വിശുദ്ധിയുടെ നൈർമല്യത്തിൽ
മൂത്തവരെ അമ്മയെപ്പോലെ കണ്ട് ചേർത്ത് പിടിച്ച് നടക്കാൻ കഴിയുന്ന വിശുദ്ധിയുടെ ലോകം ക്രിസ്തു തുറക്കുകയാണ്. ആധുനിക ലോകം വല്ലാതെ മ്ലേച്ഛതകൾപ്പെട്ട ലോകമാണ്. കണ്ണിൻ്റെ കാഴ്ചകൾക്ക് വല്ലാതെ മങ്ങലേറ്റ ലോകം. എന്ന കാൽവരിയുടെ കണ്ണിലൂടെ കാണുമ്പോൾ മനുഷ്യരെ അമ്മയായി കാണുവാൻ, ജന്മം തരാത്തവരെ മക്കളെന്ന് വിളിച്ച് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ലോകമുണ്ട്. അത് ഈ കാൽവരിയുടെ ലോകമാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം, ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി ദൈവദാസന്മാരൊക്കെ ഇതിനകത്തുണ്ട്. ഉണർവിന് വേണ്ടി കേരളം ഇന്നും പാകപ്പെട്ടിട്ടില്ല. ഞാൻ ചോദിച്ചത് അതെന്നാ കർത്താവേ? കർത്താവ് എന്നോടൊരു ഉത്തരം പറഞ്ഞു. ഉണർവെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്ന പോലൊന്നും അല്ല, വല്ലാത്ത ഒരു ഉണർവായിരിക്കും. ഉണർവ് വന്നാൽ നമ്മുടെ കയ്യിലൊന്നും നിൽക്കില്ല സംഭവം. അതിർ വരുമ്പോഴൊക്കെ വിട്ട് അതങ്ങ് പോകും. അങ്ങനെ പോകുമ്പോൾ തൃശ്ശൂർന്ന് ചിലപ്പം നാരായണൻ നമ്പൂതിരി ഇറങ്ങി വരും, അപ്പുറത്തുനിന്ന് ഫൈസൽ ഇറങ്ങി വരും. ഇവരൊക്കെ ഇറങ്ങി വരുമ്പം എന്തോ ചെയ്യും? പടിയടച്ച് പിണ്ണം വെക്കും, പടിയടച്ച് പിണ്ണം വെക്കും. എനിക്കറിയാവുന്ന ഒരു സഹോദരൻ തൃശ്ശൂർന്ന് ഇറങ്ങിയതാണ്. തൃശ്ശൂർന്ന് ഇറങ്ങിയ ഒരു സഹോദരനെ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ ഇവിടെ അടുത്ത് ഒരു കല്യാണത്തിന് വിളിച്ചു. കല്യാണത്തിന് കൂടാൻ വേണ്ടി അവരവിടുന്ന് കാർ ഓടിച്ചൊരു ദിവസം രാവിലെ വന്നു. അങ്ങനെ ഞായറാഴ്ച കാർ ഓടിക്കാൻ വന്ന് ഒരു തരത്തിൽ അവർ ഓടിയെത്തി അവിടെ ഊണിനിരുന്നു. എല്ലാവരും കയറി ഇരുന്നപ്പോൾ ഇവർ ഊണിയിരുന്നപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കാരണവന്മാർ അവരോട് പറഞ്ഞു, മോനെ നിനക്ക് ഇടാൻ ഇവിടെ ഇലയില്ലെന്ന് പറഞ്ഞു. നിനക്ക് ഇടാൻ ഇവിടെ ഇലയില്ല. ഒന്നും വേണ്ടിയില്ല. എല്ലാവരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കപ്പെട്ട് ഊണിന് ഇലയില്ലെന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങി അപ്പുറത്തെ ആര്യാസ് ഹോട്ടലിൽ പോയി മക്കൾക്ക് ചോറ് മേടിച്ച് കൊടുത്ത് തിരിച്ച് ഡ്രൈവ് ചെയ്യേണ്ട വന്ന ഗതികേട്. എന്താ കാര്യം? ക്രിസ്തു നിമിത്തം ഇറങ്ങിപ്പോകേണ്ടി വരും. അങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ അവരെ സ്വീകരിക്കാൻ വ്യക്തികൾ ഒരുങ്ങും. എവിടെ? അവരൊരിക്കലും കാണാത്ത പ്രിയപ്പെട്ടവർ, അവരുടെ കൂടെ അവർ താമസിക്കും. അവരുടെ കല്യാണം വരുമ്പോൾ ദൈവദാസൻ പറയും, ഉത്തരവാദിത്തപ്പെട്ടവർ വരാൻ, കൂടെ കയറാൻ ആരും കാണത്തില്ല. പക്ഷേ അവരിറങ്ങിയപ്പം മുതൽ കൊണ്ടു നടന്നവർ അവരെയും കൊണ്ട് കയറും. അപ്പോൾ അവരെ കയറി പിടിച്ച് കൊണ്ടിരുത്തുമ്പോൾ ഒരു വചനം നിവൃത്തിയാവും. എൻ്റെ നിമിത്തം അപ്പനെയും അമ്മയും ഒക്കെ വിട്ടവർക്ക് 100 മടങ്ങ് അപ്പനും അമ്മയും കൂടപ്പിറപ്പുകളെയൊക്കെ കിട്ടും. എന്താണ്? നവമാനവികത രൂപപ്പെടുകയാണ്. സ്വാർത്ഥതകളുടെ പുറത്ത് എൻ്റെ പൊന്നച്ചായ, സ്വാർത്ഥതകളുടെ പുറത്ത് തമ്പുരാൻ തുറക്കുന്ന ഏറ്റവും വലിയ ഒരു ദൈവസാന്നിധ്യമുണ്ട്. ജന്മം തൊരുക്കടക്കവളെ അമ്മയെന്ന് വിളിച്ച്, കൂടപ്പിറക്കാത്തവരെ കൂടപ്പിറപ്പ് എന്ന് വിളിച്ച്, സഹോദര സഹോദരി എന്ന് വിളിക്കുന്ന ഏറ്റവും വലിയ ഒരു സ്ഥാപനം, അതാണ് നവകുടുംബം, ദൈവസഭ. ദൈവസഭയെ ആരും കരുതേക്കരുതേ. ദൈവസഭയ്ക്കെതിരെ ഒരു ശബ്ദം സംസാരിക്കരുതേ. ഞാനൊരു കാര്യം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതാണ് കാൽവറി മലയിൽ കുരിശിൽ നിന്ന് ഒഴുകിയ സഭ. അവൻ്റെ ചങ്ക് തുറന്നപ്പം ഒരു രക്തവും വെള്ളവും ഒഴുകി. ഒന്നാമത്തെ മനുഷ്യൻ്റെ ചങ്ക് തുറന്നപ്പം ഹൗവ വന്നെങ്കിൽ ഒടുക്കത്തെ ആദമിൻ്റെ ചങ്ക് തുറന്നപ്പം വന്നതാണ് പുതിയ നിയമ സഭ, കർത്താവിൻ്റെ മണവാട്ടിയാകുന്ന സഭ. ആ സഭയ്ക്ക് ദോഷം ചെയ്യുന്നത് ഒന്നും ചെയ്യരുത്. ഞാൻ ഇതുപോലെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു സഹോദരൻ എന്നോടൊരു കാര്യം പറഞ്ഞു. അമേരിക്ക വെച്ച അവിടെ ഞങ്ങളുടെ ചേച്ചിയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ, അദ്ദേഹം ശരീരത്തിൽ 12 ടാറ്റു അടിച്ചു. ടാറ്റു അറിയത്തില്ലേ? പച്ചകുത്തി ടാറ്റു കുത്തിയപ്പം ദേഹം മുഴുവൻ ടാറ്റുവായി. അമേരിക്കയിൽ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ട്രെൻഡാണ്. അങ്ങനെ ടാറ്റു അടിച്ച് മറന്ന മനുഷ്യൻ. പക്ഷേ ഈ ടാറ്റു തനിക്ക് റിയാക്ഷനായി. ടാറ്റു 2 ദേഹത്ത് ചൊറിച്ചിൽ തുടങ്ങി, ഭയങ്കരമായിട്ട് ചൊറിച്ചിലായി. അങ്ങനെ അദ്ദേഹം ഡോക്ടറെ പോയി കണ്ടപ്പോൾ ലേസർ തെറാപ്പി ചെയ്ത് ഈ ടാറ്റു മാറ്റാം, പക്ഷേ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അദ്ദേഹം അതിന് ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ചു. അമേരിക്കയിൽ എല്ലായിടത്തും ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസ് കമ്പനി കേസ് പരിഗണിച്ചിട്ട് പറഞ്ഞു, ടാറ്റു അടിച്ചതിന് ഇൻഷുറൻസ് തരത്തില്ല. കാരണം അതൊരു മെഡിക്കൽ റീസൺ അല്ല. അറ്റാക്കിന് തരാം, ക്യാൻസറിന് തരാം, ആക്സിഡൻറ്റ് തരാം. ടാറ്റു മെഡിക്കൽ റീസൺ അല്ലാത്ത കൊണ്ട് അതിന് ഇൻഷുറൻസ് ഇല്ല. ഒടുവിൽ ചൊറിച്ചിന് നിൽക്കത്തില്ലല്ലോ. അദ്ദേഹം സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി ഏറ്റവും കൂടുതൽ തന്നെ ചൊറിച്ച 2 ടാറ്റു എടുത്തു കളഞ്ഞു. ഇന്ന് അദ്ദേഹം ആ കമ്പനിയിൽ അറിയപ്പെടുന്നത് ഇച്ചിങ് -12 എന്നാണ്. പ്രീഡിയിലെ മൊത്തം ചൊറിച്ചിൽ 12, 2 എണ്ണം എടുത്തു കളഞ്ഞ്. ഇച്ചിങ് -2 2 എണ്ണത്തിൽ നിന്ന് കളഞ്ഞത് എന്നെ അത് ചിന്തിപ്പിച്ചു. എന്താ ടാറ്റു അടിച്ചതിന് ഇൻഷുറൻസ് ഇല്ല. ദൈവത്തിൻ്റെ സഭയാകുന്ന ശരീരത്തിൽ ടാറ്റു അടിച്ചാൽ അവൻ ഇൻഷുറൻസ് കിട്ടത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ സഭയാകുന്ന ശരീരത്തോട് ചേർന്ന് എന്ന പോരാട്ടത്തിൻ്റെ ഭാഗമായാൽ നിന്നെ കവർ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് ഉണ്ട്. അത് ഇവിടുത്തെ ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറൻസ് അല്ല. 1000 തലമുറ വരെ നീതി കാണിക്കുന്ന തലമുറകൾക്ക് കിട്ടുന്ന ഇൻഷുറൻസ്, അതാണ് സ്വർഗത്തിൻ്റെ ഇൻഷുറൻസ്. കരമടിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ. നവയുഗം പിറക്കുകയാണ്. അതാണ് സഭ. ഇന്ന് രാത്രി മനസ്സിലാക്കുക. അമ്മ എന്ന് വിളിച്ചു, മോനെ എന്ന് വിളിച്ചു. ഇതാ നിന്റെ അമ്മ.
കാൽവരിയുടെ മല സ്വാർത്ഥതകൾ ഉരുകി മാറുന്ന മലയാണ്. അവിടെ പോയി നിന്ന മലയിൽ പോയി നിന്ന കാൽവറി മല നമ്മുടെ സ്വാർത്ഥതകളെ ഉരുക്കി മാറ്റിയിട്ട് നമ്മുടെ കണ്ണ് തുറന്നിട്ട് കുറച്ചുകൂടെ മനുഷ്യൻ്റെ വേദനകളെയും മനുഷ്യനെയും കാണാൻ നമ്മെ സഹായിക്കും. എവിടെയോ സ്വാർത്ഥതകൾ കൊണ്ട് അന്ധത പിടിച്ച മനുഷ്യകുലത്തിന് പുതിയ കാഴ്ച കെട്ടാൻ ഒറ്റ ഇടമേ ഉള്ളൂ, ഒരു മല. അത് കാൽവറിയുടെ മലയാണ്. ഇവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, വെട്ടിക്കൊലയും ഇവിടുത്തെ തകർച്ചയും ഇവിടുത്തെ പീഡനങ്ങളും അവസാനിപ്പിക്കാൻ ഒരു വഴ. കാൽവറിയുടെ ദർശനം കിട്ടിയാൽ അവൻ കുറച്ചുകൂടെ നല്ലതായിട്ട് മനുഷ്യനെ കാണും. ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നു, അവിടെ പറയുകയാണ്, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ എന്ന് പറയുകയാണ്. അടുത്ത മൊഴി എന്നാണ്? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങനെ കൈവിട്ടത് എന്ത്? കാൽവറി മലയിൽ പുത്രൻ തമ്പുരാൻ നിലവിളിച്ചു, എന്ത് എന്നെ കൈവിട്ടത്? കൈവിട്ടത് എന്ത്? കൈവിട്ടത് എന്ത്? കൈവിട്ടത് എന്ത്? അത് പാപിയുടെ നിലവിളിയാ. എൻ്റെ ദൈവമേ, പിതാവേ എന്ന് വിളിച്ച് തുടങ്ങിയത് പാപിയിൽ വന്ന് അവസാനിക്കുകയാ. എന്താ കാര്യം? കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണമേ, എൻ്റെ ഇഷ്ടമല്ല, പക്ഷെ പിതാവാം ദൈവം മുഖം തിരിച്ചു. പുത്രൻ തമ്പുരാൻ ദൈവ കോപകോതാഗ്നിയിൽ വെന്തരിയപ്പെടുകയാണ്. ആ വെന്തരിയപ്പെട്ടത് ഒറ്റ കാര്യത്തിന് വേണ്ടി, എനിക്കും നിങ്ങൾക്കും ഒരു പുതിയ വഴി, ബന്ധം, ആരും അടുത്തുകൂടാത്ത സ്ഥലത്തേക്ക് ഏത് നിമിഷവും അടുത്ത് വന്ന് അപ്പാന്ന് വിളിക്കുവാൻ, ഒരു പാലം തുറക്കുവാൻ ദൈവകുമാരൻ മരണപ്പെടേണ്ടതായിരുന്നു. ദൈവ കോപക്രോധാഗ്നിയിൽ പുത്രൻ തമ്പുരാൻ വെന്തരിയപ്പെടുകയാ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങനെ കൈവിട്ടത് എന്ത്? അടുത്തത് കാണുന്നു, എനിക്ക് ദാഹിക്കുന്നു. നോക്കൂ, ടെറ്റലസ്റ്റായി, എല്ലാം നിവർത്തിയായി. 33 പറയുന്നു, പാപപരിഹാര യാഗം നിവർത്തിയായി. ഒരു നവമാനവികത തുറന്നു, ഒരു ക്ഷമ കിട്ടുന്ന ഒരിടം മാനവകുലത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് നിന്നോട് ക്ഷമിക്കുവാൻ, പ്രിയപ്പെട്ടവരോട് ക്ഷമിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ ക്ഷമ കിട്ടുന്ന, മോക്ഷം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അത് കാൽവരിയുടെ മലയാ. ഒടുവിൽ കർത്താവ് പറയുന്നു, പിതാവേ, എൻ്റെ ആത്മാവിനെ ഞാൻ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് മരിച്ചപ്പോൾ ഒരു പടയാളി വന്ന് അവിടുത്തെ വിലാപ്പുറം തുറന്നു. രക്തവും വെള്ളവും ഒഴുകാൻ തുടങ്ങി. ഇന്നും അത് ഒഴുകുകയാണ്. എന്താണ് ആ വെള്ളത്തിലൂടെ ഒഴുകുന്നത്? കർത്താവിൻ്റെ പാപക്ഷമയാണ്. പാപക്ഷമയാണ്. പാപക്ഷമ മാത്രമല്ല, അവിടുത്തെ ശരീരം തകർന്നത് നമ്മുടെ രോഗശാന്തിക്ക് വേണ്ടിയാണ്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു. അല്ല, മാത്രമല്ല, കാൽവറി മലയിൽ നടന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശാപങ്ങൾ മാറും. മനുഷ്യകുലത്തെ വേട്ടയാടിയ ശാപം. എന്താണ് ശാപം? നോക്കൂ, ശിക്ഷ നമുക്ക് വേണ്ടി മാത്രമാണ്. എന്നാൽ ശാപം നമുക്ക് മാത്രമല്ല, 4 തലമുറ വരെ ശാപം വരാം. ശാപം വന്നാൽ പിടിച്ചു നിൽക്കാൻ പാടാ. എന്താ കാര്യം? ശാപം മനുഷ്യനെ വേട്ടയാടും. 2 രീതിയിൽ ശാപം വരാം. അപ്പം വഴി വരാം, അമ്മ വഴി വരാം. 2 വഴികളിലൂടെയും ശാപം വേട്ടയാടപ്പെടാം. ശാപം ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറയും ശാപം ഉണ്ടെന്ന്. എന്താ കാര്യം ചോദിച്ചാൽ, എൻ്റെ വല്യപ്പൻ ഒരു എസ്റ്റേറ്റ് സൂപ്രണ്ടായിരുന്നു. മരിക്കുമ്പോൾ എനിക്ക് 10 വയസ്സ്. എൻ്റെ മനസ്സിൽ ഇന്നും ഓർമ്മിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠൻ അതീവ മിടുക്കനായൊരു മനുഷ്യൻ, വലിയ കായിക അഭ്യാസി, നല്ല അകാര സൗഷ്ഠമുള്ള ഒരു പുരുഷത്വത്തിൻ്റെ മൂർത്ത രൂപം. പക്ഷേ അപ്പൻ്റെ ജ്യേഷ്ഠൻ വല്ലാതെ തകർന്നുപോയി. വിദ്യാസമ്പന്നൊക്കെ ആയിരുന്നിട്ടും അന്ത്യം വളരെ വളരെ പ്രയാസത്തിലൂടായിരുന്നു. എനിക്ക് അപ്പച്ചൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അപ്പൻ്റെ ചേട്ടൻ വല്യപ്പ ഇങ്ങനെ ആടി ആടി വരികയാണ്. മദ്യലഹരിയിൽ വരുന്നു. അപ്പച്ചൻ എന്നോട് പറഞ്ഞു, ആത്മകഥം പോലെ, എൻ്റെ കുറ്റമാണ് മക്കളെ, ഇത് എൻ്റെ കുറ്റമാണ്. ഞാൻ ചോദിച്ചു, അപ്പച്ചൻ എന്ത് ചെയ്തിട്ടാ? അപ്പച്ചൻ പറഞ്ഞു, അപ്പച്ചൻ ഒരു എസ്റ്റേറ്റ് സൂപ്രണ്ടായിരുന്നു. അങ്ങനെ തോട്ടത്തിൽ കുടിയിറക്കാൻ ചെന്നപ്പോൾ 10-20 കുടികൾ എല്ലാത്തും ഇറക്കി വിട്ട് തീ വെച്ച് ചുട്ട് കളഞ്ഞു പോകുക, ഗുണ്ട ആക്രമണം നടത്തുക. അപ്പച്ചൻ അതിന് ഇച്ചിരി മിടുക്കനായിരുന്നു. അങ്ങനെ എന്നപ്പോൾ ഒരു കുടി ചെന്നപ്പോൾ ഒരു 19 വയസ്സുള്ള ഒരു പടുക്കിളവി അമ്മ, ആ അമ്മച്ചിയുടെ അടുക്കൽ ഒരു കൊച്ചു കുഞ്ഞ്, അവിടെ കൊച്ചു മകന, അരിക്ക് ക്ഷാമം വന്ന കാലം, ഇരന്ന് മേടിച്ച കഞ്ഞി അടുപ്പ് കിടന്ന് തിളയ്ക്കുന്നുണ്ട്. കൊച്ചു കുഞ്ഞ് അവിടെ കിടക്കുന്നു. ഇതിന് തീയിടാൻ ചെന്നപ്പോൾ അമ്മ പറഞ്ഞു, ഇരന്ന് മേടിച്ച കഞ്ഞിയാ, ഈ കുഞ്ഞിന് അന്നാഹാരം കൊടുത്തിട്ട് 2-3 ദിവസമായി, കൊടുത്തിട്ട് ഇറങ്ങിയേക്കാൻ. എവിടെ കേൾക്കാൻ? കാലുമടക്കി കഞ്ഞിക്കലത്തെ തൊഴിച്ചു. അത് തിളച്ച കൊച്ചിൻ്റെ ദേഹത്ത് വീണു. ആ കുഞ്ഞിനെ വാരി എടുത്തുകൊണ്ട് ഇറങ്ങുന്നതിന് മുമ്പ് വീടിന് തീയിട്ടു. തീ ആളി പത്തിയപ്പോൾ ആ അമ്മ പുറത്ത് നിന്ന് ശപിച്ചു, നിന്റെ സന്തതി വെള്ളം ഇറങ്ങി ചാകത്തില്ല, നിന്റെ സന്തതി വെള്ളം ഇറങ്ങി ചാകത്തില്ല. കൃപയുടെ ക്ഷമയുടെ അടുത്തേക്ക് വരാൻ കഴിയാതെ പോയ എൻ്റെ പിതൃ സഹോദരൻ എൻ്റെ കയ്യിൽ കിടന്ന്, ഞാനിന്ന് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കോരിയെടുത്ത് നിന്ന് എൻ്റെ കയ്യിൽ കിടന്ന് രക്തം ഒഴുകി ഒടുവിൽ മരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു കാര്യം എനിക്കറിയാം, ശാപം ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ ശാപമുണ്ട്. പക്ഷേ ശാപത്തെ മാറ്റുന്ന ഒരിടമുണ്ട്. കാൽവരിയുടെ മലയിൽ നിന്ന് ഒഴുകുന്ന
രക്തം. നിന്റെ പാപം എത്ര കടുചുവപ്പായിരുന്നാലും മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി. നോക്കൂ, ശാപമായി. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശു ജാതികളായി നമുക്ക് വരേണ്ടതിന് ആ പർവ്വതം നമുക്ക് വേണ്ടി തുറന്നു കിടക്കുക. അവൻ്റെ പർവ്വതത്തിൽ ആർ കയറും? വിശുദ്ധി കൊണ്ട് കയറാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് അവിടുന്ന് നമുക്ക് വേണ്ടി തീർത്തിട്ട് പറഞ്ഞു, നിന്റെ പ്രവൃത്തി കൊണ്ട് ഇവിടെ വരാൻ കഴിയത്തില്ല, പക്ഷെ എൻ്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി ഉള്ളത് നീ വിശ്വസിച്ച് ഏറ്റെടുത്താൽ എന്നിലൂടെ നിനക്ക് സിയോൻ പർവ്വതത്തിലേക്ക് കയറാം. പിതാവിന്റെ സന്നിധി ചെല്ലാം. ഇന്ന് രാത്രി തുറന്നു കിടക്കുന്ന ഒരു കാൽവറിയുണ്ട്. ആ കാൽവറിയിൽ ശാപമോക്ഷം നടക്കുകയാണ്. ശാപമോക്ഷം നടക്കുകയാണ്. ആ കാൽവറിയിൽ പാപക്ഷമയുണ്ട്. നിന്നോട് ക്ഷമിക്കുവാൻ, മറ്റുള്ളവർ ക്ഷമിക്കുവാൻ ആ കാൽവറി മലയിൽ മോക്ഷത്തിന്റെ രാത്രിയാ. മറ്റുള്ളവനെ സ്വീകരിക്കുവാൻ കഴിയാതെ അവനോട് ബന്ധങ്ങൾ അകന്നു നിൽക്കുന്നുണ്ടെങ്കിൽ ബന്ധങ്ങളെ അടുപ്പിക്കുന്ന ഒരു മലയുണ്ട്, കാൽവറിയുടെ മല. പിതാവേ, എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹൃദയം സന്തോഷം കൊണ്ട് നിറയുക. ആ കാൽവറിയുടെ മലയുടെ അടുത്ത് തന്നവൻ പിന്നെ മരണത്തെ പേടിക്കത്തില്ല. എന്താ കാര്യം? അവനറിയാം മരിച്ചാൽ എവിടെ പോകുക. കുഞ്ഞിങ്ങനെ ക്ഷീണമായെന്ന്, അതിന് ക്യാൻസറാണ്, രക്താർബുദം പിടിച്ച കുഞ്ഞ് മരണത്തെ ഇങ്ങനെ മുഖാമുഖം കാണുകയാ. ഒരു ദിവസം കുഞ്ഞ് അമ്മയോട് ചോദിച്ചു, അമ്മ ഈ മരിച്ചവരൊക്കെ എവിടെയാ പോകുക? അമ്മയ്ക്ക് മനസ്സിലായി കുഞ്ഞ് അറം പറ്റിയ ചോദ്യം ചോദിക്കുക. അമ്മ ഒരുങ്ങിയിട്ട് കുഞ്ഞിനോട് പറഞ്ഞു, മോനെ, നീ ചിലപ്പോൾ ആ വാതിൽപ്പടിയെ ഇങ്ങനെ ഇരിക്കും, അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോകും. ചിലപ്പോൾ നീ സെറ്റിയെ കിടന്ന് ടി വി കണ്ടുകൊണ്ട് അവിടെ കിടന്ന് ഉറങ്ങും. ചിലപ്പോൾ നീ ഡൈനിങ് കഴിയുമ്പോൾ ഇങ്ങനെ തല കുനിച്ച് വെച്ച് ഉറങ്ങും. പക്ഷെ എവിടെ കിടന്നുറങ്ങിയാലും നീ ഉണരുമ്പോൾ എവിടെ കിടക്കും? അപ്പൻ്റെ കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കാലെടുത്ത് ദേഹത്തോട്ട് വെച്ച് ഉണരുന്നത് പോലെ എവിടെ കിടന്ന് മരിച്ചാലും ഞാൻ ഉണരുമ്പോൾ അവിടുത്തെ രൂപം കണ്ട് തൃപ്തരാകുക. ഈ ഉറപ്പുള്ളവർക്ക് മരണത്തെ പേടിക്കേണ്ട. ഈ രാത്രി കാൽവറിയുടെ മലയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ പാപക്ഷമയുണ്ട്, അവിടെ പാപക്ഷമയുണ്ട്, അവിടെ രോഗസൗഖ്യമുണ്ട്. പലശങ്ങളായി കൊണ്ടു നടക്കുന്ന ചില രഹസ്യ പാപങ്ങൾ, യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറാത്ത രഹസ്യ പാപങ്ങൾ, അത് വെച്ചുകൊണ്ട് കർത്തൃമേശ എടുത്ത് മനസാക്ഷി മരവിച്ചു പോയ ഒരു ആത്മീയ ലോകം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പാപക്ഷമ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, കാൽവരിയുടെ മല. രോഗസൗഖ്യം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, കാൽവരിയുടെ മല. അവിടുത്തെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നുമിരിക്കുന്നു. ശാപത്തെ തകർക്കുന്ന ഒരിടമുണ്ട്, കാൽവരിയുടെ മല. ഹല്ലേലൂയ. ആർക്കും അടുത്തിയെല്ലാം കഴിയുന്ന ഒരു മലയുണ്ട്, കാൽവരിയുടെ മല. ഹല്ലേലൂയ. കണ്ടാലും കാൽവറിയിൽ കുരിശിൽ ശിരസത് ചാഞ്ഞു വരൻ കണ്ടിടുക, നിനക്കായി എനിക്കായി. ഹല്ലേലൂയ. കാൽവറിയിൽ കർത്താവ് കിടക്കുകയാണ്. ഈ രാത്രി കർത്താവിന്റെ ആ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ആ കാൽവറിയിൽ നിന്ന് ഒഴുകുന്ന ദൈവശക്തി ഈ സഭയ്ക്കകത്ത് വ്യാപരിക്കട്ടെ, കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഇന്ന് രാത്രി ഒരു വേട്ടപ്പെട്ടി പോലെ എന്നെ വേട്ടയാടുന്ന ചില ശാപബന്ധനങ്ങൾ, എന്ത് ചെയ്തിട്ടും മാറാത്ത ശാപക്കെട്ടുകൾ, എന്താ അതിന്റെ അർത്ഥം? ഹല്ലേലൂയ. എന്നോട് എത്രയോ മക്കൾ പറഞ്ഞിട്ടുണ്ട്, വല്യപ്പന്മാര് ചെയ്തു വെച്ചത് അനുഭവിക്കാതെ എങ്ങനെ മരിക്കുക? കുട്ടം പോലെ കൂട്ടി വെച്ചിട്ടുണ്ട് അനുഭവിച്ച് തീർക്കാൻ. എന്നാൽ വിധിയെ പഴിച്ച മനുഷ്യന് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്, കാൽവറിയുടെ ഇട. അവിടെ എന്തുകൊണ്ട് മനുഷ്യർ ഇന്നും അടുത്തു വരുന്നത്? ആർക്കും അടുത്ത് എന്ന അബ്ബ എന്ന് വിളിച്ച ചേർത്ത് പിടിച്ച് ഇന്ന് നീ എന്നോടുകൂടെ പർദീസ ഇരിക്കുമെന്ന് പറയുന്ന കുരിശിന്റെ സ്ഥലത്തേക്ക് നമുക്കൊന്ന് അടുത്തിയല്ല. കണ്ടാലും കാൽവറിയിൽ കുരിശിൽ ശിരസതു ചാഞ്ഞു പരൻ കണ്ടിടുന്നു, പ്രിയനെ, നിനക്കായി എനിക്കായി യേശുവിന്റെ നാമത്തിൽ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വിട്ടുമാറാത്ത തലവേദന യേശുവിന്റെ നാമത്തിൽ സുഖപ്പെടട്ടെ. വിട്ടുമാറാത്ത തലവേദന, അടിക്കടി ഉണ്ടാകുന്ന തലവേദന, ഹല്ലേലൂയ, കർത്താവിന്റെ ആത്മാവ് എനിക്ക് സന്ദേശം നൽകുന്നു. വിട്ടുമാറാത്ത തലവേദന യേശുവിന്റെ നാമത്തിൽ സുഖപ്പെടട്ടെ. വിട്ടുമാറാത്ത തലവേദന യേശുവിൻ നാമത്തിൽ സുഖപ്പെടട്ടെ. കരങ്ങളടിച്ച് എല്ലാവരും സ്തുതിച്ച് ആരാധിച്ച് ദയവായി ഈ സമയത്ത് മുൻവിധിയോട് ഇരിക്കരുത്. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് വല്ലാതെ ഇവിടെ നമ്മളെ കർത്താവിനെക്കാട്ടിലും വലിയ ഒരാളായിട്ട് ഇവിടെ ഇരിക്കരുത്. ദൈവത്തെ ഓർത്ത് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇരിക്കട്ടെ. എല്ലാവരും പ്രായഭേദമന്യേ ദൈവത്തിന്റെ തിരുസന്ധി ഇരിക്കുമ്പോൾ കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാട്ട്. യേശുവിന്റെ നാമത്തിൽ ആ മൈഗ്രെയിൻ സൗഖ്യമാകട്ടെ. ആത്മാവ് എന്നോട് വീണ്ടും പറയുന്നു, വിട്ടുമാറാത്ത തലവേദന യേശുവിന്റെ നാമത്തിൽ സുഖപ്പെടും. കാരണം നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി അട്ടിപ്പിണരുകളാൽ സൗഖ്യം വന്നുമിരിക്കുന്നു. വചനം പറയുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ട് അവന്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകേണ്ടത് അവിടുന്ന് നമ്മൾ നിമിത്തം ദരിദ്രനായി. എന്തിന്? നമ്മുടെ ദാരിദ്ര്യം മാറ്റാൻ എനിക്കായി കരുതുന്ന ദൈവം. യേശുവിന്റെ നാമത്തിൽ ആര് എനിക്ക് വേണ്ടി കരുതോ? നിനക്ക് വേണ്ടി കരുതുന്ന ദൈവകൃപ, എന്റെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി പറയുക, വിദ്യാഭ്യാസം അടുത്ത ഘട്ടം
എന്ത് ചെയ്യണം, എന്തായിരിക്കണം ഞാൻ ചെയ്യേണ്ടത്, എന്തായിരിക്കണം എൻ്റെ കുഞ്ഞ് ചെയ്യേണ്ടത്, ഇന്ന് വരെ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. എന്നാൽ തക്ക സമയത്ത് കരം പിടിച്ച് നിനക്ക് വേണ്ടി കരുതിയ ആ കരുതലിന്റെ സ്ഥലം കാണും. ഏത് കോഴ്സ്, എന്ത് കോഴ്സ്, എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഇന്ന് രാത്രി ആ ഭാരത്തെ ദൈവകരത്തിലേക്ക് ഇട്ടാൽ നിന്റെ ഭാരം എന്റെ മേൽ വെച്ചുകൊള്ളുക. ഞാൻ നിന്നെ പുലർത്തുന്ന ദൈവമെന്ന് പരിശുദ്ധ ആത്മാവ് ചില കുഞ്ഞുങ്ങളോട് ദൂത് പറയുക. നിന്റെ ഭാരം എന്റെ മേൽ ഇച്ചുകൊടുക. നീ എന്ത് പഠിക്കണം, നീ എവിടെ പഠിക്കണം, നീ എങ്ങനെ പഠിക്കണം, നിന്റെ അമ്മയുടെ ഗർഭത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി കരുതിയ ഒരു കരുതൽ, അതാണ് കാൽവറിയുടെ കരുതൽ. ഹല്ലേലൂയ. റഗ റബല ഹദന റിഗന ശമന ഹദന അത്തുനിയ റഗന ഹന്തനെ റിഗനെ റേഖെ നഗനെ ഹദനെ റിഗനെ അത്തുനി റഗന. എല്ലാവരും സ്തുതിച്ച് ആരാധിച്ചാട്ട് ഈ രാത്രി ഒരാൾ ഇതിന്റെ ആ കരിസ്മ ക്രൂസേഡിന്റെ പ്രഥമ രാത്രിയിൽ യേശു കർത്താവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തിനകത്ത് പോരാട്ടത്തിന്റെ കർമ്മേലിൽ ഇറങ്ങിയ തീ യേശുവിന്റെ നാമത്തിൽ ചില കുടുംബങ്ങൾക്കകത്ത് അവരുടെ തലമുറകളോടുള്ള ബന്ധത്തിൽ വല്ലാതെ പോരാടി 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 ഒരു പ്രാർത്ഥനാ വിഷയമായി പോലും പറയാൻ കഴിയാതെ ചില രഹസ്യ വേദനകൾക്കകത്ത് കുഞ്ഞിന്റെ പോക്കിൽ മനമെടുത്ത് കരയുന്ന മാതാവിനോട് കർത്താവ് പറയുന്നു, നിനക്ക് വേണ്ടി തീ ഇറക്കുന്ന ദൈവമുണ്ട്. എഴുന്നേറ്റ് നിന്ന് സ്തുതിക്കേണ്ടവർ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുക, എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കേണ്ടവർ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുക, സ്വാതന്ത്ര്യത്തോടെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കണമെന്നുള്ളവർ മുമ്പിലേക്ക് കടന്നു വന്നാൽ ഇന്ന് രാത്രി വലിയ വിടുതലിന്റെ രാത്രിയാണ്. ഈ രാത്രി കാൽവറിയിൽ നിന്ന് ഒഴുകുന്ന രക്തം ഓരോരുത്തർക്കും വേണ്ടി ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ അത്ഭുത രോഗസൗഖ്യങ്ങൾ ഇന്ന് രാത്രി നടക്കും. ചില ബന്ധനങ്ങൾ അഴിയപ്പെടും. കർത്താവിന്റെ ആത്മാവിനോട് പറയുന്നു, പ്രാർത്ഥിക്കണമെന്നുള്ളവർ മുമ്പോട്ട് കടന്നു വന്ന് ആരെ നോക്കരുത്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശാപക്കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. കാൽവറി മലയിൽ നിന്നൊഴുകിയ ദൈവശക്തി ഇന്ന് രാത്രി കുടുംബങ്ങളെ പണിയുന്ന രാത്രി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹമുള്ളവർ മുമ്പോട്ട് വന്നാട്ട്. ആ സമയത്ത് ദൈവദാസന്മാർ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഷയ്യു ദേവദാസ് അദ്ദേഹം അനുഗ്രഹിതനായ ഒരു ശുശ്രൂഷകനാണ്. പോരാട്ട ഭൂമിയിൽ താൻ കടന്നുപോയ പാതകൾ നിങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ, എനിക്കറിയാം. പക്ഷേ എന്നിട്ടും ഇന്ന് രാത്രി ആ പോരാട്ടത്തിൽ കൂടിയിരുന്ന തീയിറങ്ങുന്ന കർത്താവിനെ കണ്ടറിഞ്ഞു വന്ന ഒരു സഹോദരനാണ് നമുക്ക് വേണ്ടി പാട്ടുകൾ നയിക്കുന്നത്. ചേർന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് വ്യക്തിപരമായി പ്രാർത്ഥിച്ച് ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഹൃദയം പകർന്നതുപോലെ ഈ രാത്രി നമ്മുടെ ഹൃദയങ്ങളെ പകർന്ന് പ്രാർത്ഥിച്ച് കർത്താവിന്റെ ആത്മാവ് അത്ഭുതങ്ങളെ